ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലടാ? ഓഡിബിൾ ആണ്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഷിൽന, അപർണ, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, സോ നമ്മൾ ഒന്ന് രണ്ട് തവണ മാറ്റി വെച്ചതായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാരണമൊക്കെ ആയിട്ട്. സോ ജോമെട്രി പാർട്ട് 2, നമ്മൾ പാർട്ട് 1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. സോ അതിനകത്തുള്ള ഏകദേശം സെയിം കോൺസെപ്റ്റുകൾ തന്നെയാണ്, പക്ഷേ കുറച്ച് അഡീഷണൽ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റൻസ്. അത്രയും ഡിഫിക്കൽറ്റി അല്ല, തിയറി അറിയാം, കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഞാൻ പറയില്ല, NTPC പറഞ്ഞാൽ നമ്മൾ CGL അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീവ് എക്സാംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജോമെട്രിയിൽ കുറച്ചൊക്കെ സിമ്പിൾ ലെവൽ ക്വസ്റ്റൻസ് ആണ് കാണുന്നത്. അതിൽ തന്നെ കുറച്ചും കൂടെ ഡിഫറൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സും കൂടെ കണ്ടതിന് ശേഷം കുറച്ചധികം എന്ത് ചെയ്യുക, ക്വസ്റ്റൻസ് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സോ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ബേസിക് എന്നുള്ള രീതിയിൽ നമ്മളെടുത്ത പാർട്ട് 1 ജോമെട്രി പാർട്ട് 1 നിങ്ങൾ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റൻസിലേക്ക് പോവാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം, ജോമെട്രി ആക്ച്വലി ഒരു വലിയ ലെങ്തി ടോപ്പിക് ആണ്. സോ ഇതിനകത്ത് ഈ കടലിനകത്ത് നമുക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം, പ്രത്യേകിച്ച് നമ്മൾ ഷോർട്ട് ടൈം ഡ്യൂറേഷനകത്ത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല എന്താണ്, ക്വസ്റ്റൻസ് വെച്ചിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ ഇതിനകത്ത് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരുവിധം കൺസെപ്റ്റുകളുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഇതിന്റെ ഞാൻ ഈ മെറ്റീരിയലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റൻസ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ചെയ്ത് നോക്കടാ. ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ഇഫ് കോൺ ARS. ഈ ഫിഗർ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഫിഗർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അല്ലേ? ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലേ? ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇഫ് കോൺ ARS, ഈ ഫിഗറിനകത്ത് കോൺ ARS എന്നുള്ള ഏതാണ്? ഇതിന്റെ കോൺ ARS എന്നുള്ളത് ഓക്കെ, കോൺ ARS എന്നുള്ളത് ഈ ഒരു ഭാഗമാണ്. ഓക്കെ, കോൺ ARS എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ടാണ്. സോ ഇതിനകത്ത് ഇതിന്റെ അളവ് എത്ര എന്നുള്ളത് 125 അല്ലെ? കോൺ ARS എന്താണ്? 125 ആണ്. ദെൻ ഫൈൻഡ് ദ മെഷർ ഓഫ് കോൺ PAB എന്നുള്ളതാണ്. കോൺ PAB എടാ ഇതെന്താണ്? ഇത് ആക്ച്വലി ഒരു സർക്കിൾ ആണ്. സർ ഇച്ചിരി സൂം ചെയ്യാവോ? സർക്കിൾ കാണുന്നില്ല. ഓക്കെ, കോൺ ARS 125 ആണ്. കോൺ ARS 125 തന്നിട്ടുണ്ട്. കോൺ ARS 125. ദെൻ ഫൈൻഡ് ദ മെഷർ ഓഫ് കോൺ PAB അല്ലെ? കോൺ PAB എവിടെയാണ് ഉള്ളത്? കോൺ PAB എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അല്ലെ? സോ ഈ ഒരു പാർട്ടിന്റെ ഈ ഒരു ആംഗിളിന്റെ മെഷർ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കടാ, 125 ഇതെന്താണ്? ഒരു ലീനിയർ പെയർ ആണ് അല്ലെ? കോൺ SRAയും ARP എന്താണ്? ഒരു ലീനിയർ പെയർ ആണ്. സോ 125 ആയതുകൊണ്ട് തന്നെ ഈ ഭാഗം എന്ത് കിട്ടും? 180 മൈനസ് 125 അല്ലെ? 180 മൈനസ് 125, കാരണം ലീനിയർ പെയറിന്റെ സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ 180 മൈനസ് 125 എന്താടാ? എത്ര ആയിരിക്കും? 55 ഡിഗ്രി അല്ലെ? 55 ഡിഗ്രി ആയിരിക്കും എന്ത് വരുന്നത്? കോൺ ARP എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്ക്, കോൺ ARPയും ഈ AP എന്നുള്ള ഒരു കോഡ് അല്ലെ? AP എന്നുള്ള ഒരു കോഡ് ഓപ്പോസിറ്റ് സെഗ്മെന്റ് സർക്കിളിന്റെ, അതായത് തിയറി പറയുകയാണെങ്കിൽ ഒരു കോഡ് AP എന്നുള്ള ഒരു കോഡ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാനിത് ഇങ്ങനെ രീതിയിൽ തന്നെ വരക്കാം. സോ ഓക്കെ, AP എന്നുള്ളൊരു കോഡ്, AP എന്നുള്ള കോഡ് രണ്ട് സെഗ്മെന്റ് അല്ലെ? ഒരു മൈനർ സെഗ്മെന്റും ഒരു മേജർ സെഗ്മെന്റും. ഈ മേജർ സെഗ്മെന്റ് സെയിം സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളുകളൊക്കെ എന്താണ്? ഒരു സെയിം കോഡ് സെയിം സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളുകളൊക്കെ സെയിം ആണെന്നുള്ളതാണ് തിയറി. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? ഇവിടെ ഈ ഒരു ആംഗിള് തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും, ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിൾസും എന്താണ്? തീറ്റ ആണെന്ന് അർത്ഥം. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇവിടെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്ത് കാണാൻ പറ്റും? ക്വസ്റ്റ്യനകത്ത് എന്ത് കാണാൻ പറ്റും? ഇവിടെ നോക്കടാ, ഇവിടെ ഈ ഒരു ആംഗിൾ അല്ലെ? കോൺ ARPയും കോൺ APB എന്താണ്? AP എന്നുള്ള കോഡ് സെയിം സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ആണല്ലോ. AP എന്നുള്ള കോഡ് സെയിം സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളാണ് കോൺ ARPയും കോൺ APBയും അല്ലെ? സോ
ഈ ഒരു ആംഗിൾ കോൺ എ ആർ പി നമുക്ക് 55 എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺ എ ബി പി എന്തായിരിക്കും 55 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ, 55 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തിയറിയും കൂടെ ഉണ്ട്. ഇതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു സർക്കിള്, ഒരു സെമി സർക്കിൾ, ഓക്കെ, എ ബി എന്നുള്ള ഒരു ഡയമീറ്റർ ആണെങ്കിൽ, എ ബി എന്നുള്ള ഒരു ഡയമീറ്റർ ആണെങ്കിൽ, ഡയമീറ്റർ എന്തായിരിക്കും, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയമീറ്റർ ഉണ്ടാക്കുന്ന കോഡ് എന്താണ്, നമ്മുടെ സർക്കിളിന്റെ സെന്ററിനകത്തൂടെ കടന്നു പോകുന്നതാണല്ലോ തിയറി. സോ ഈ ഡയമീറ്റർ ഉണ്ടാക്കുന്ന കോഡുകൾ, ഡയമീറ്റർ എന്നുള്ള കോഡ് സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന, സർക്കിളിന്റെ രണ്ട് സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒക്കെ എന്താണ്, ഈ ആംഗിളുകളൊക്കെ എന്താണ് 90 ഡിഗ്രി ആയിരിക്കും. കാരണം എ ബി എന്നുള്ളൊരു കോഡ് ഇത് ഡയമീറ്റർ ആയി പോയി, പക്ഷെ ഈ എ ബി എന്നുള്ള കോഡ് സെയിം കോഡുകൾ, സർക്കിളിന്റെ സെയിം കോഡുകൾ സർക്കിളിന്റെ സെയിം സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒക്കെ സെയിം ആണെന്നുള്ളതാണല്ലോ തിയറി. സോ ഇവിടെ മനസ്സിലാക്കുക, ഈ കോഡ് ഡയമീറ്റർ ആയിരുന്നെങ്കിൽ, അതായത് ഒരു സർക്കിളിനകത്ത് വരക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് ഉള്ള കോഡും എന്താണ്, ഡയമീറ്റർ ആണ് അല്ലെ. സോ ഈ കോഡ് എ ബി എന്നുള്ള കോഡ് ഇവിടെ നമ്മുടെ ഈ കേസിൽ അത് ഡയമീറ്റർ ആയി പോയി. സോ ഇവിടെ ഈ കോഡ് ഡയമീറ്റർ എന്നുള്ള എ ബി എന്നുള്ള കോഡ് ഉണ്ടാക്കുന്ന സർക്കിളിന്റെ സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒക്കെ എന്താണ്, സെയിം ആയിരിക്കണം. ഇനി ഇവിടെ മനസ്സിലാക്കുക, ഇൻ കേസ് ആ കോഡ് ഡയമീറ്റർ ആണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഒക്കെ എന്താണ് 90 ഡിഗ്രി ആണ്. ഇവിടേക്കാണെങ്കിലും 90 ഡിഗ്രി കോഡുകളാണ്. കാരണം ഇതൊക്കെ എന്താണ്, സെയിം സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്നതാണ് അല്ലെ. സോ ഇതൊക്കെ എന്താണ് 90 ഡിഗ്രി കോഡുകളാണ്, അല്ല 90 ഡിഗ്രി ആംഗിൾസ് ആണ്. സോ ഇവിടെ എന്തായിരിക്കും, ഇവിടെ നോക്കടാ, നമ്മോട് പറഞ്ഞു ഈ O എന്നുള്ള എന്താണ്, O എന്നുള്ള സർക്കിളിന്റെ സെന്റർ ആണ്. സോ ഈ എ ബി എന്തായിരിക്കണം, എ ബി എന്നുള്ള ഡയമീറ്റർ ആയിരിക്കണം. സോ എ ബി ഡയമീറ്റർ ആണ്. ഇവിടെ എന്തായിരിക്കണം, ഈ ഒരു ആംഗിൾ, ഇത് ഹാഫ് സർക്കിൾ സെമി സർക്കിളിനകത്ത് ഉണ്ടാക്കുന്ന കോഡ് ആംഗിൾ ആയിരിക്കും. സോ ഇതെന്തായിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ. അപ്പോ ഒരു ട്രയാംഗിൾ, ഈ ഒരു എ പി ബി എന്നുള്ള ട്രയാംഗിൾ, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 55 ഡിഗ്രി, ദെൻ ടോട്ടൽ എന്തായിരിക്കണം 180 ഡിഗ്രി ആയിരിക്കണം. സോ 90ഉം 55ഉം 145 ആയി. ബാക്കി എത്ര ഉണ്ടാവും, ബാക്കി 35 ഡിഗ്രി ആയിരിക്കും ബാക്കിയുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ കോൺ പി എ ബി, അല്ലെങ്കിൽ കോൺ ചോദിച്ചുള്ള എന്താണ്, കോൺ പി എ ബി എന്തായിരിക്കും 35 ഡിഗ്രി ആയിരിക്കും അല്ലെ. കാരണം 180 മൈനസ് ഈ പറഞ്ഞ 90യും 55 ആഡ് ചെയ്തിട്ട് 180 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ എന്തായിരിക്കും 35. ക്ലിയർ ആണല്ലോ. ജസ്നക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, വെരി ഗുഡ്. ബാക്കിയുള്ള ആളുകൾ കൺസെപ്റ്റ് മനസ്സിലായോ, കൺസെപ്റ്റ് ക്ലിയർ ആണോടാ, ഈ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആണോ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ തിയറി പഠിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇവിടെ എന്താണ്, വിത്തിൻ ഷോർട്ട് ടൈം നമുക്ക് ഏറ്റവും നല്ലതാണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് തിയറി പഠിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ ഇതിനകത്ത് വരാൻ പറ്റുന്ന തിയറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക, അറിയാത്ത ആളുകൾ ഒന്നും കൂടെ എടുത്തു നോക്കുക. ക്ലിയർ ആണല്ലോ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, എ ബി ബൈ എ സി if AB by AC is equal to BD by DC. ഓക്കെ, എ ബി സി എന്നുള്ള ട്രയാംഗിൾ, അതിനകത്ത് എ ബി ഡിവൈഡഡ് ബൈ എ സി എന്ന് പറഞ്ഞാൽ ബി ഡി ഡിവൈഡ് ബൈ ഡി സി ആണ്. ദെൻ കോൺ എ ബി സി എന്തെന്നുള്ളതാണ്, കോൺ എ ബി സി ഇതിന്റെ ആംഗിളിന്റെ വാല്യൂ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എടാ ഇവിടെ എനിക്ക് പറയാനുള്ളത് രണ്ട് തിയറംസ് ആണ്, ഒരു ഇന്റേണൽ ആംഗിൾ ബൈസെക്ഷൻ തിയറും എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ഷൻ തിയറും. ജസ്റ്റ് മനസ്സിലാക്കുക, ഇന്റേണൽ ആംഗിൾ ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ ബി സി എന്നുള്ളൊരു ട്രയാംഗിള്, ഈ ട്രയാംഗിളിനകത്ത് കോൺ എയുടെ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ, ഞാൻ പറഞ്ഞു ഞാൻ ഈ ക്രോസ് മാർക്ക് ഇട്ട് വരയ്ക്കുന്നതാണ് നമ്മുടെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസ് മാർക്ക് ഇട്ട് വരയ്ക്കുന്നത്, ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. ഓക്കെ, കോൺ എയുടെ ബൈസെക്ടർ ആണ് എന്ത്, കോൺ എ ഡി എന്നുള്ള ലൈൻ. ഓക്കെ, കോൺ എയുടെ ബൈസെക്ടർ ആണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും അല്ലെ. സോ തീറ്റ സെയിം ആംഗിൾ ആയിട്ട് എന്ത് ചെയ്തു, ഈ ആംഗിളിനെ ഡിവൈഡ് ചെയ്തു. ഇതാണ് എന്ത്, ആംഗിൾ ബൈസെക്ടർ എ ഡി എന്നുള്ളത്. ആരുടെ, കോൺ എയുടെ ആംഗിൾ ബൈസെക്ടർ ആണ് എന്ത്, എ ഡി എന്നുള്ള ലൈന്. ക്ലിയർ ആണല്ലോ. സോ ഇങ്ങനെ ആംഗിൾ ബൈസെക്ടർ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ എ ബി ബൈ എ സി എന്നുള്ള റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും, ബി ഡി ഡിവൈഡഡ് ബൈ ഡി സി എന്നുള്ള റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതൊരു തിയറി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എ ബി ബൈ എ സി ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണെങ്കിൽ ഇത് എന്താണ്, കോൺ എയുടെ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ്. ട്രയാംഗിൾ എ ബി സിയിലെ കോൺ എയുടെ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ് ആര്, എ ഡി എന്നുള്ളത്. ക്ലിയർ അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ തിയറും കൂടെ വേണമെങ്കിൽ പഠിക്കാം. എ ബി സി ഈ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ അവർ ചോദിച്ചത് കൊണ്ട് ഒരു പക്ഷെ അടുത്ത പ്രാവശ്യം എന്തായിരിക്കാം, എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ തിയർ ആയിരിക്കാം. സോ നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞു ട്രയാംഗിൾ എ ബി സിയുടെ എ എന്നുള്ള ആംഗിളിലുള്ള ആംഗിൾ ബൈസെക്ടർ, ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ അല്ലെ. ഇനി അതേപോലെ തന്നെ ട്രയാംഗിൾ എ ബി സിയുടെ കോൺ എയിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ഞാൻ വരക്കാൻ പോവാണ്. ഇവിടെ കോൺ എയിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എ ബി എന്നുള്ള ലൈൻ ഞാൻ ജസ്റ്റ്
നീട്ടി വരച്ചു, ദെൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഇവിടെയുള്ള ടോട്ടൽ ആംഗിൾ ആണ് ഈ പറഞ്ഞ ഇവിടെ ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സോറി, ഇവിടെ ഞാനൊരു എം എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സി എ എം എന്താണ്? ട്രയാങ്കിൾ എ ബി സിയുടെ കോൺ എയിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ ആണ് അല്ലെ. എക്സ്റ്റേണൽ ആംഗിളിന്റെ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുപോയിട്ട് വരച്ചു. സോ ഇവൻ ഈ ബി സി എന്നുള്ള ലൈനിനെ എക്സ്റ്റേണലാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ കോൺ എയിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ബി സി അല്ലെ. ഇവിടെ എന്താണ്? ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് എയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ആംഗിൾ ബി സിയിൽ മുട്ടുന്നതാണ്, ഡിയില്. അതുപോലെ തന്നെ ബി സി എന്നുള്ള മൂന്നാമത്തെ ലൈനിനെ കോൺ എയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ബി സി എന്നുള്ള മൂന്നാമത്തെ ലൈനിനെ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ ലൈനിനെ മീറ്റ് ചെയ്യുന്നത് എക്സ്റ്റേണലാണ്. എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ അത് എക്സ്റ്റേണലാണ് മീറ്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? ഡി എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, ഇവിടെയും ഡി എന്നുള്ള പേര് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ദെൻ ഇവിടെ ഞാൻ ആ റേഷ്യോ വരയ്ക്കുകയാണെങ്കിൽ, റേഷ്യോ എഴുതുകയാണെങ്കിൽ എ ബി ഡിവൈഡഡ് ബൈ എ സി എന്നുള്ള റേഷ്യോ, എ ബി ഡിവൈഡഡ് ബൈ എ സി എന്നുള്ള റേഷ്യോ വരയ്ക്കുകയാണെങ്കിൽ, എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ബിയിൽ നിന്നും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണത്? ബി ഡി അല്ലെ. ബിയിൽ നിന്നും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ഡി ഡിവൈഡ് ബൈ സിയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ബിയിൽ നിന്ന് ഡിയിലേക്കുള്ളത്, സിയിൽ നിന്ന് ഡിയിലേക്കുള്ളത്. ഓക്കെ, സോ സിയിൽ നിന്നും ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇവിടെ രണ്ടിടത്തും ഒന്നുണ്ടാവും, ഈ സെയിം റേഷ്യോ ഉണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ആ റേഷ്യോ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ തിയറി പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ക്വസ്റ്റ്യനകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കുക, എ ബി ബൈ എ സി, എ ബി ഡിവൈഡഡ് ബൈ എ സി എന്നുള്ള റേഷ്യോ എന്താണ്? ബി ഡി ബൈ ഡി സിക്ക് ഈക്വൽ ആണ് അല്ലെ. ബി ഡി ബൈ ഡി സിക്ക് ഈക്വൽ ആണെങ്കിൽ ഇതെന്താണ്? ഇത് ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന എ ഡി എന്നുള്ള ലൈൻ എന്താടാ? ഇതൊരു ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ് അല്ലെ. കാരണം നമുക്ക് ഈ ഫിഗർ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ് ബി സിയെ ഡിയിൽ മീറ്റ് ചെയ്തത്. സോ ഇതെന്താണ്? ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അർത്ഥം. കാരണം എന്താണ്? അവർ ഡയറക്റ്റ് കണ്ടീഷൻ ആണ് തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ കോൺ എ ബി സിയുടെ ആംഗിൾ ഇവിടെ നോക്കടാ, ഇവിടെ ഇവൻ 28 ആണെങ്കിൽ ഇവൻ എന്തായിരിക്കും? 28 ആയിരിക്കും. കാരണം എന്താ? രണ്ടുപേരും 28 ആയിരിക്കും. കാരണം ഇതെന്താണ്? ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആയിരുന്നു. സോ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഉണ്ടാവും 28 ഉണ്ടാവും. ഇനി ഓൾറെഡി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് 60 തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ 60യും ഇവിടെ ടോട്ടൽ എത്രയായി? ഈ ടോട്ടൽ 28 പ്ലസ് 28 ടോട്ടൽ എന്താണ്? ടോട്ടൽ ഈ ആംഗിളിന്റെ വാല്യൂ എന്താണ്? 28 പ്ലസ് 28 ടോട്ടൽ എന്താണ്? 56 ഡിഗ്രി എന്തുണ്ടാവും? ഇവിടെ ഇതിനകത്തുണ്ടാവും അല്ലെ. കോൺ എ, ട്രയാങ്കിൾ എ ബി സിയുടെ കോൺ എ 56 ഡിഗ്രിയും കോൺ സി 60 ഡിഗ്രിയുമാണ്. ടോട്ടൽ എന്തായിരിക്കും? 116 അല്ലെ. 60 പ്ലസ് 56 116 ആയി. സോ ബാക്കി എന്തുണ്ടാവും? ബാക്കി 180 നിന്നും 116 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 64 ഡിഗ്രി ഉണ്ടാവും അല്ലെ. 64 ഡിഗ്രി ഉണ്ടാവും കോൺ ബിയിൽ. ചോദിച്ചാൽ എന്താണ്? കോൺ എ ബി സി അല്ലെ. കോൺ എ ബി സി എന്താണ്? 64 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ആകാശ്, അപർണ, ആരോഹി, സിജിത്ത്, വെരി ഗുഡ്. സോ ഈ കണ്ടന്റ് ഒക്കെ ഒരുപാട് പേര് അറിയുന്നതാണ് അല്ലെ, നേരത്തെ അറിയുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് തിയറിയും പഠിച്ചു വെക്കുക, എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ഷനും ആൻഡ് ആൾസോ ഇന്റേണൽ ആംഗിൾ ബൈസെക്ഷനും. ക്ലിയർ ആണല്ലോ? ഒരിക്കൽ നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പേപ്പറിൽ എന്തായിരിക്കാം? ഒരു എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ തിയറം ആയിരിക്കാൻ ചോദിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടും മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, triangle ABCD is a cyclic quadrilateral. ABCD is a cyclic quadrilateral. ABCD is a cyclic quadrilateral whose side AB is a diameter of the circle through ABC and D. If cone ADC 129, then what is the measure of the cone BAC? So, figure വരക്കാം. Circle ABCD, circle വരച്ചു. Then ABCD is a cyclic quadrilateral where AB എന്താണ്? AB എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ തിയറീസ് ഒക്കെ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഡയമീറ്റർ ആണ് കൂടുന്നുണ്ടെങ്കിൽ ബാക്കി തിയറീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. സോ നമുക്ക് വരക്കാം. ഇവിടെ സെന്റർ O. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഒരു കോഡ് വരച്ചു. സെന്ററിലൂടെ പോകുന്നുണ്ട്. കാരണം എന്താണ്? AB എന്നുള്ള എന്താണ്? AB എന്നുള്ളത് നമ്മളോട് പറഞ്ഞു ഡയമീറ്റർ ആണെന്ന്. സോ സെന്ററിലൂടെ പാസ് ചെയ്യും. സോ AO എന്നുള്ള സെന്റർ, ദെൻ AB എന്താണ്? ഒരു കോഡ് ഡയമീറ്റർ ആണ്. അപ്പോൾ സെന്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ O എന്നുള്ള സെന്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. ദെൻ അടുത്ത എന്താണ്? ത്രൂ ABCD അല്ലെ. സോ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ക്വസ്റ്റ്യൻ അകത്തുണ്ട് അല്ലെ. ABCD എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താ? ഒരു സർക്കിളിനകത്ത് വരക്കാൻ പറ്റുന്ന ക്വാഡ്രിലാറ്ററൽ ആണ്. സോ AB അതിന്റെ ഒരു സൈഡ് ആണല്ലോ അല്ലെ. AB എന്നുള്ളതിന്റെ സൈഡാണ്. ബാക്കി ബിയും സിയും ഡിയും നമുക്ക് എന്ത് ചെയ്യണം? സിയും ഡിയും നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യണം. സോ
ഈ ഭാഗം ഇവിടെ സി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും ഡി ഉണ്ടാവും അല്ലെ. സോ ഇതെന്താണ് എ ബി സി ഡി എന്നുള്ള ഒരു കോഡ്രിലാറ്ററൽ സൈക്കിളിനകത്തുള്ള സർക്കിളിനകത്തുള്ള ഒരു കോഡ്രിലാറ്ററലാണ് എന്ത് എ ബി സി ഡി. 4 ആംഗിൾസ് 4 സൈഡുകൾ, ഇതാണ് എന്ത് സൈക്ലിക് ഒരു കോഡ്രിലാറ്ററൽ. സോ ഈ കോഡ്രിലാറ്ററൽ സർക്കിളിനകത്താകുമ്പോൾ സൈക്ലിക് കോഡ്രിലാറ്ററൽ. സോ എ ബി സി ഡി എന്താ ഒരു സൈക്ലിക് കോഡ്രിലാറ്ററൽ ആണ്. എ ബി എന്നുള്ളതാണ് സൈഡാണ്. ദെൻ ഇതൊരു ഡയമീറ്ററും കൂടെയാണ്. ഇഫ് എ ഡി സി 129 അല്ലെ. എ ഡി സി ഇവൻ എന്താടാ ഇവൻ 129 തന്നിട്ടുണ്ട് അല്ലെ. ഇവൻ 129 തന്നിട്ടുണ്ട്. എ ഡി സി എന്നുള്ളത് 129 ആണ്. Then what is the measure of cone BAC? BAC അല്ലെ. സോ എന്താണ് നമ്മൾ കാണാൻ പറഞ്ഞത് BAC യുടെ ആംഗിൾ ആണ്. കോൺ BAC ഇവൻ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ. കോൺ BAC എന്നുള്ള ലൈന് എന്ത് ആംഗിൾ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എടാ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സൈക്ലിക് കോർഡിലാറ്ററൽ കിട്ടിക്കഴിഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് സൈക്ലിക് കോർഡിലാറ്ററൽ വരച്ചു. ഇവിടെ എ ബി സി ഡി എന്നുള്ള ലൈൻസ് പോയിന്റ്സ് മാർക്ക് ചെയ്തു. ദെൻ എ പ്ലസ് സി കോൺ എ പ്ലസ് കോൺ സിയുടെ ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ബിയും ഡിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി പ്ലസ് ഡിയുടെ വാല്യൂ എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. 180 ഡിഗ്രി ആയിരിക്കും. സോ ആ സെയിം തിയറി ഞാൻ ഇവിടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇത് 129 ആണെങ്കിൽ ബാക്കി 180 ആണെങ്കിൽ ഈ ബി ചേർക്കണം അല്ലെ. ബി എന്ന് പറഞ്ഞ ആംഗിൾ എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞത് ബാക്കി 180 മൈനസ് 129 എന്താണ് 51 ഡിഗ്രി അല്ലെ. എന്തായിരിക്കും? ഇത് 51 ആയിരിക്കും. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എന്താണത്? ഒരു ഡയമീറ്റർ ഒരു കോഡ് ആണെങ്കിൽ ആ കോഡ് 2 സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾസിന്റെ വാല്യൂ എന്താണ് 90 ഡിഗ്രി ആണ്. സോ ഇവിടെ എ സി ബി എന്നുള്ള ആംഗിൾ എന്തായിരിക്കും? ഇവൻ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇവൻ 90 ഡിഗ്രി ആയിരിക്കും. സോ ഒരു ട്രയാങ്കിൾ സി എ ബി എന്നുള്ള ട്രയാങ്കിളിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്, ഒരു ആംഗിൾ 51 ആണ്. ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എന്താണ് 180 ഡിഗ്രി ആണ് അല്ലെ. സോ ഇവിടെ 90 51 ഇവിടെ 90 ആണെങ്കിൽ ബാക്കി 90 കൂടെ വെക്കണം അല്ലെ. അപ്പോഴേ 180 ഡിഗ്രി ആവുള്ളൂ. ഓൾറെഡി ഇവിടെ ഭാഗത്ത് 90 ആയി. സോ ഈ 51 ഈ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണം? 90 ഡിഗ്രി കിട്ടണം അല്ലെ. ഒരു ആംഗിൾ 90 ആണെങ്കിൽ ബാക്കി രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 90 ആയി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? നമുക്ക് സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ 180 ഡിഗ്രി ആവുന്നുള്ളൂ. സോ ഇവിടെ 90 ആയി. ഈ ബാക്കി 51 ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 90 ഡിഗ്രി കിട്ടണം. അതെന്തായിരിക്കും ആംഗിൾ? 39 ആയിരിക്കും അല്ലെ. 51 പ്ലസ് 39 എന്താണ് 90 ആണ്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ. യെസ്. സോ ഈ തിയറിക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞല്ലോ, ഞാൻ ഓരോ ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെയൊക്കെ തിയറീസും കൂടെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഇതിന്റെ കൂടെ മനസ്സിലാക്കി പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Circles are inscribed and circumscribed to a triangle whose sides are 3, 4, 5 centimeter. What is the ratio of the radius of the incircle to that of circumcircle? ഇവിടെ നോക്കുക, നമുക്ക് വേണ്ട എന്താണ്? ഒരു ട്രയാങ്കിൾ അല്ലെ. 3, 4, 5 സൈഡ് ഉള്ള ഒരു ട്രയാങ്കിൾ, 3, 4, 5 ട്രയാങ്കിൾ. ഈ 3, 4, 5 കണ്ടാൽ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് 3, 4, 5 ആക്ച്വലി ഇത് കണ്ടാൽ എന്താണ് നമുക്കറിയാം? ഇത് ട്രിപ്ലെറ്റ്സ് ആണ്. സോ 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. 3, 4, 5 ട്രയാങ്കിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ദെൻ ഇതിനകത്ത് എനിക്ക് വേണ്ട എന്താണ്? ഒരു ഇൻസർക്കിളും ഉണ്ട്, ഒരു സർക്കം സർക്കിളും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത് അല്ലെ. ഇൻസർക്കിൾ റേഡിയസ് ടു സർക്കം സർക്കിൾ എന്ന് പറയുമ്പോൾ ഇൻ റേഡിയസ് ടു അല്ലെ. എന്താണ്? ഇൻ റേഡിയസ് ടു സർക്കം റേഡിയസ്, അതാണ് റേഷ്യോ കണ്ടത് അല്ലെ. റേഷ്യോ ഓഫ് റേഡിയസ്. സോ ഇൻ റേഡിയസ് ടു സർക്കം റേഡിയസിന്റെ റേഷ്യോ ആണ് എന്ത് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ തിയറീസ് ഒക്കെ. സോ ഒരു ഇൻസർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻസർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ 3 സൈഡുകൾ ടച്ച് ചെയ്ത് പോകും. ഇൻസർക്കിൾ നമ്മൾ വരക്കുന്നത് ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ് ഇൻ സെന്റർ എന്നുള്ളത്. ഇൻ സെന്ററിൽ നിന്നും ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ് ഇൻ സെന്റർ എന്നുള്ളത്. സോ ഇവിടുന്ന് ഞാനൊരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണ്. ഈ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത് 3 കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്ത്? ഇൻ സെന്റർ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ഇൻ സെന്ററിൽ നിന്നും ട്രയാങ്കിളിലെ 3 സൈഡുകളിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻ റേഡിയസ് ആർ അല്ലെ, സ്മോൾ ആർ. നമ്മൾക്ക് അറിയാം, അതിന്റെ ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഡെൽറ്റ ഡിവൈഡ് ബൈ എസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത്. സോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിൽ എന്താണ്? ഒരു ആംഗിൾ 90 ഡിഗ്രി. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിൽ ഇൻ റേഡിയസ് എന്താണ്? ഈ സൈഡ് എയും ഇത് ബിയും ഇത് സിയും ആണെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്, എ പ്ലസ് ബി മൈനസ് സി ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, എ പ്ലസ് ബി മൈനസ് സി ഡിവൈഡഡ് ബൈ 2 ആണ് എന്ത്?
നമ്മുടെ ഇൻ റേഡിയസിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഇവിടെ നോക്കി റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ എയും ബിയും എന്താണ്, എയും ബിയും ഇതിന്റെ റൈറ്റ് ആംഗിളിൽ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് സൈഡുകൾ അല്ലെ, വെർട്ടിക്കൽ രണ്ട് സൈഡുകളാണ്. സി എന്നുള്ളതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇവിടെ എന്തായിരിക്കും, ഇവിടെ നമുക്കറിയാം ഒന്ന് 3 ഇത് 4 ദെൻ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും 5. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3, 4, 5 ആണ്. അവിടെ 5 എന്തായിരിക്കും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. സോ ഇൻ റേഡിയസ് ആർ എന്താണ്, ഇൻ റേഡിയസ് 3 + 4 - 5. ക്ലിയർ അല്ലേ? 3 + 4 - 5 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സോ 3 4 7, 7 - 5/2 എന്താണ്, 2/2 എന്ന് പറയുമ്പോൾ 1 അല്ലെ? സോ ഒരു 3, 4, 5 ട്രയാംഗിൾ, 3, 4, 5 ട്രയാംഗിളിന് ഇൻ റേഡിയസ് 1 ആണെന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണോ? 3, 4, 5 ട്രയാംഗിളിന് ഇൻ റേഡിയസ് 1 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളോട് പറഞ്ഞു ഒരു 6, 8, 10 ട്രയാംഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്ത് നോക്കാത്ത നിങ്ങൾക്ക് മനസ്സിലാവണം എന്ത്, ഇതൊരു ഇൻ കേസ് ഇതൊരു 6, 8, 10 ട്രയാംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം അവിടെ ഇൻ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 2 ആണ്. കാരണം എന്താണ്, ഇതിന്റെ ഓരോ സൈഡുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ റേഡിയസിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യരുത്, കാൽക്കുലേറ്റ് ചെയ്തിട്ട് സമയം കളയരുത്. ഓക്കെ, സോ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 3, 4, 5 ട്രയാംഗിളിന്റെ ഇൻ റേഡിയസ് എന്താണ്, 3, 4, 5 ട്രയാംഗിളിന്റെ ഇൻ റേഡിയസ് എന്നുള്ളത് 1 ആണ്. ഓക്കെ, അപ്പം ആ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റിനകത്ത് ലാഭിക്കാൻ വേണ്ടി പറ്റും. സോ ദെൻ നമുക്കറിയാം ഈ സെർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെർക്കം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, സെർക്കം റേഡിയസ് എന്താണ്, ട്രയാംഗിളിന്റെ 3 വെർട്ടെക്സിലും കൂടെ ടച്ച് ചെയ്ത് പാസ് ചെയ്യുന്നത്. ട്രയാംഗിളിന്റെ 3 ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു എലിപ്സ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കുക, അതിന്റെ ഫിഗർ വരച്ചെടുത്തുള്ള മിസ്റ്റേക്ക് ആണ്. ജസ്റ്റ് മനസ്സിലാക്കുക, ഒരു സെർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സെർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, ഇതിന്റെ ട്രയാംഗിളിന്റെ 3 വെർട്ടെക്സിലും കൂടെ ടച്ച് ചെയ്തിട്ട് പോകുന്ന സർക്കിൾ ആണ്. ഓക്കെ, ട്രയാംഗിളിലെ 3 വെർട്ടെക്സിൽ ടച്ച് ചെയ്ത് പോകുന്ന സർക്കിൾ ആണ് എന്ത്, സെർക്കം സർക്കിൾ. സോ അതിനെന്തുണ്ടാവും, അത് നമുക്ക് വരക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, സെർക്കം സർക്കിൾ വരക്കാൻ പറ്റുന്നത് ട്രയാംഗിളിലെ 3 സൈഡുകളിലെയുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ഓക്കെ, ഈ ഒരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ദെൻ ഈ ഒരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെ മീറ്റ് ചെയ്യുന്നു. സോ ഇവിടുന്ന് എന്ത് ചെയ്യാം, അതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഈ 3 പോയിന്റോട് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് എന്ത്, ട്രയാംഗിളിന്റെ ഒരു സെർക്കം സെന്റർ എന്നുള്ളത്. ഈ സെർക്കം സെന്റർ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർക്കം സർക്കിൾ വരയ്ക്കാൻ പറ്റും. സോ ഈ സെർക്കം സർക്കിളിൽ നിന്നും ട്രയാംഗിളിലെ 3 വെർട്ടെക്സുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, നമ്മുടെ സെർക്കം റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നുള്ളത്. ഓക്കെ, ഇൻ റേഡിയസ് ആണ് സ്മോൾ ആർ. സോ സെർക്കം റേഡിയസ് ആണ് എന്ത്, ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇനി ഈ സെർക്കം റേഡിയസുകൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കേസിൽ സെർക്കം റേഡിയസ് എന്നുള്ള എന്താണ്, ഹൈപ്പോട്ടന്യൂസിന്റെ ഹാഫ് ആണ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസിന്റെ ഹാഫ് ആണ്. ഓക്കെ, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ഉള്ളത് 5 ആണ്. സോ ഈ സി എന്താണ്, ഇവിടെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. സോ 5/2 ആയിരിക്കും അല്ലെ, 5/2 ആയിരിക്കും എന്ത്, സെർക്കം റേഡിയസ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻ റേഡിയസ് ടു സെർക്കം റേഡിയസ് ആണ്. ഇൻ റേഡിയസ് എന്താ, ഇൻ റേഡിയസ് 1 ആണ്, സെർക്കം റേഡിയസ് എന്താ 5/2 ആണ്. ഓക്കെ, സോ 1:, നമുക്ക് വേണ്ട എന്താണ്, 1:5/2 റേഷ്യോ ആണ് അല്ലെ, 1:5/2 റേഷ്യോ ആണ്. സോ ആൻസർ എന്തായിരിക്കും, 2:5 അല്ലെ, 2:5 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ആകാശ് ആൻഡ് ആനന്ദ് അല്ലേ? വെരി ഗുഡ്. സോ ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി പോവാ. സെർക്കം റേഡിയസ് എന്താണ്, ഇൻ റേഡിയസ് എന്താണ്, അതൊക്കെ തിയറി ക്വസ്റ്റൻസ് കൂടെ വരാം. നിങ്ങൾക്ക് ചില രീതിയിൽ ഇത് ഇങ്ങനെയാണ് വരക്കുന്നത്, അല്ലെങ്കിൽ സെർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ സെർക്കം റേഡിയസ് ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ മീറ്റിംഗ് പോലെയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളെ സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിന്റെ മീറ്റിംഗ് പോലെയാണ്. ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരാം. ഇതിൽ ഏതാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഈ സെർക്കം റേഡിയസ് എന്താണ്, ഇൻ റേഡിയസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. സോ അതിന്റെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഇനി സെർക്കം റേഡിയസിന്റെ ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, R = എന്താണ്, ABC / 4 ഡെൽറ്റ. ഇൻ റേഡിയസ് ആണെങ്കിലോ ABC, ഇൻ റേഡിയസ് ആണെങ്കിൽ നമുക്ക് എവിടെയും പറ്റുന്ന ഏത് ട്രയാംഗിൾ ആണെങ്കിലും ഇൻ റേഡിയസിന് പറ്റുന്ന ഇക്വേഷൻ എന്താണ്, Δ/S. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ അതുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചേർത്ത് വായിക്കുക. ഓക്കെ, സോ സർക്കം റേഡിയസ്, ഇൻ റേഡിയസ് ആ റേഷ്യോസ് മനസ്സിലാക്കുക. സർക്കം റേഡിയസ് 3, 4, 5 ട്രയാംഗിൾ ആണെങ്കിൽ ഇൻ റേഡിയസിന്റെ വാല്യൂ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PQ is the diameter of a circle whose center is O. ഓക്കെ, ഒരു സർക്കിളിന്റെ സെന്റർ O,
ഓയിൽ നിന്നും പി ക്യൂ ഇസ് ദ ഡയമീറ്റർ. ഓക്കെ, ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? സെന്ററിലൂടെ കടന്നു പോകും. സോ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എന്ത്? പി ക്യൂ. ക്ലിയർ? If a point R lies on the circle and RPO is 39 degree. Okay. R എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. R എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ RPO എന്നുള്ള ആംഗിൾ, RPO എന്നുള്ള ആംഗിൾ എന്താണ്? RPO എന്നുള്ളത് 39 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, RPO 39. Then find the measure of cone RQP എന്നുള്ളതാണ്. ഓക്കെ, കോൺ RQP യുടെ വാല്യൂ ആണ് എനിക്ക് കാണേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തിയറി ആണ് എന്ത്? ഒരു ഡയമീറ്റർ സർക്കിളിന്റെ രണ്ട് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്താണ്? 90 ഡിഗ്രി ആണ്. സോ ഇതെന്തായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇവൻ 90 ഡിഗ്രി ആണ്. ഈ ട്രയാംഗിളിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾസിന്റെയും കൂടെ സം എന്തായിരിക്കണം? 90 ആയിരിക്കണം. എങ്കിലേ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ 180 ഡിഗ്രി ആവുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ 90 ആയി, ഇവിടെ 39 ആയി. ദെൻ 90യിലേക്കുള്ള ബാക്കി ആര് വെച്ച് കൊടുക്കണം? ഇവൻ വെച്ച് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? സോ ബാക്കി 90 മൈനസ് 31, ഇവൻ എന്തായിരിക്കും? 90 മൈനസ് 39 ആയിരിക്കും. സോ ആൻസർ എന്താണ്? 51 ആണ്. ക്ലിയർ അല്ലേ? സോ ഇവന്റെ വാല്യൂ എന്താ? 51. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ തിയറി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. കാരണം വളരെ പെട്ടെന്ന് എന്തുണ്ട്? ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The base BC of a triangle ABC. Base BC of a triangle ABC. ഒരു triangle ABCയുടെ BC എന്നുള്ള ബേസ് എന്ത് ചെയ്തു? ഡിവൈഡ് അറ്റ് D എന്നുള്ള പോയിന്റ് ഡിവൈഡ് ചെയ്തു സച്ച് ദാറ്റ് BD is equal to half DC. ഓക്കെ, ഒരു D എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ D എന്നുള്ള പോയിന്റ് എടുത്തു. ഈ D എന്നുള്ള പോയിന്റ് എന്താണ്? BD എന്നുള്ള പോയിന്റ് എന്താണ്? DC-യുടെ ഹാഫ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ BD by DC എന്താ? 1/q ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? നമുക്ക് എന്ത് ചെയ്താ? BD ഡിവൈഡഡ് ബൈ DC റേഷ്യോ എന്താണ്? 1/q ആണല്ലോ. BD by DC എന്ന് പറയുമ്പോൾ DC 2 യൂണിറ്റ് ഉണ്ടെങ്കിൽ BD 1 യൂണിറ്റ് ആണ് അല്ലെ? BD 1 യൂണിറ്റ് ആണെങ്കിൽ DC എന്താ? 2 യൂണിറ്റ് ആണ്. BD ഞാൻ 1 യൂണിറ്റ് എടുത്തു. സോ DC എന്തായിരിക്കും? 2 യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ ചോദിച്ചെന്താ? ഏരിയ ഓഫ് ദി ട്രയാംഗിൾ ABC ഈസ്, അതായത് ഫുൾ ട്രയാംഗിൾ ABCയുടെ ഏരിയ ഡാഷ് ടൈംസ് ദി ഏരിയ ഓഫ് ദി ട്രയാംഗിൾ ADC. ഓക്കെ, സോ ഇവിടെ നോക്ക്, എനിക്ക് ഈ രണ്ട് ട്രയാംഗിൾസ്, സോറി ഇവിടെ ഈ ട്രയാംഗിളിനെ ഞാൻ D എന്നുള്ള പോയിന്റിൽ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് ട്രയാംഗിൾസ് ഫോം ചെയ്തല്ലോ. ADB എന്നുള്ള ട്രയാംഗിളും ADC എന്നുള്ള ട്രയാംഗിളും ഫോം ചെയ്തല്ലോ. ഇനി ഇവിടെ നോക്കുക, ഞാൻ ഒരു ട്രയാംഗിൾ വരച്ചു. ഈ ട്രയാംഗിൾ ABC എന്നുള്ള ട്രയാംഗിളിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു ലൈന് വരക്കുകയാണ്. സോ ഇത് ഞാൻ D എന്നുള്ള പോയിന്റിൽ ബൈസെക്ട് ചെയ്തു. ദെൻ ഇതിനെ ഞാൻ ജസ്റ്റ് ഇവിടെ ആംഗിൾ ബൈസെക്ടർ അല്ല, സോറി ആംഗിൾ ബൈസെക്ടർ അല്ല. ഓക്കെ, AD ഇവിടെ നോക്കുക, എനിക്ക് ട്രയാംഗിൾ ABD-യുടെ ഏരിയ കാണണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? സിംപ്ലി ഹാഫ് ഇൻറ്റു ബേസ് BD ഇൻറ്റു അല്ലെ, ബേസ് BD ഇൻറ്റു ഇനി എയിൽ നിന്നും BD എന്നുള്ള അല്ലെങ്കിൽ BC എന്നുള്ള ലൈനിലേക്കുള്ള ഹൈറ്റ് പോരെ. സോ എന്തായിരിക്കും? ഒരു വെർട്ടെക്സ് A എന്നുള്ള വെർട്ടെക്സിൽ നിന്നും എനിക്ക് വേണ്ട എന്താണ്? ബേസിലേക്കുള്ള ഹൈറ്റ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ഹൈറ്റ്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദി ലൈൻ ബേസ് ആണെന്ത്? ബേസും ഇതിന്റെ വെർട്ടെക്സും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഹൈറ്റ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? സോ ട്രയാംഗിൾ ABCയുടെ BD എന്നുള്ള ബേസും ട്രയാംഗിൾ ABD-യുടെ BD എന്നുള്ള ബേസും ട്രയാംഗിൾ ADC-യുടെ DC എന്നുള്ള ബേസും, അതായത് 3 ട്രയാംഗിൾസ് ഞാൻ പറഞ്ഞു. ട്രയാംഗിൾ ABC, ട്രയാംഗിൾ ADC, ട്രയാംഗിൾ ABD അല്ലെ? ഈ 3 ട്രയാംഗിൾസിലും ട്രയാംഗിളിന്റെ വെർട്ടെക്സ് എയിൽ നിന്നും ഈ ബേസിലേക്കുള്ള, അതൊക്കെ ബേസ് ഒക്കെ എന്താണ്? ഈ 3 ട്രയാംഗിൾസിന്റെയും ബേസ് BD, DC ആൻഡ് BC, ഈ 3 ബേസും എന്താണ്? സെയിം ലൈനിലാണുള്ളത് അല്ലെ? സെയിം ലൈൻ BC എന്നുള്ള ലൈനിലാണ് ഈ 3 സൈഡുകളുള്ളത്. ട്രയാംഗിളിന്റെ 3 ബേസുകളുള്ളത്. 3 ട്രയാംഗിളുടെയും 3 ബേസുകളും ഒരു സെയിം ലൈനിനകത്തുള്ളത്. നമുക്ക് ഹൈറ്റ് കാണേണ്ട എവിടുന്ന? ഹൈറ്റ് കണ്ടത് A എന്നുള്ള വെർട്ടെക്സിൽ നിന്നാണ് അല്ലെ? 3 ട്രയാംഗിൾസിനും ഹൈറ്റ് കണ്ടത് A എന്നുള്ള വെർട്ടെക്സിൽ നിന്നും സെയിം ലൈനിലേക്കുള്ള ഹൈറ്റ് ആണ് കണ്ടത്. സോ അവിടെ ഒരൊറ്റ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സോ ഇത്തരം കേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസ് ഹൈറ്റ് സെയിം ആയതുകൊണ്ട്, ഹൈറ്റ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ട്രയാംഗിൾസിന്റെ ഒക്കെ റേഷ്യോസ് എങ്ങനെ എഴുതാം? റേഷ്യോസ് നമുക്ക് ബേസിന്റെ റേഷ്യോ എഴുതാം. ഓക്കെ, ട്രയാംഗിളിന്റെ ഏരിയ റേഷ്യോ എന്തായി മാറും? ഏരിയ റേഷ്യോ
ഏരിയ റേഷ്യോ എന്നുള്ളത് സെയിം ആയിരിക്കും എന്ത് ബേസിന്റെ റേഷ്യോ. കാരണം എന്താണ്? കാരണം എന്താണ്? ഹൈറ്റുകൾ സെയിം ആണ്. ഓക്കെ, ഹൈറ്റുകൾ സെയിം ആണ്. ക്ലിയർ ആണല്ലോ? ഹൈറ്റുകൾ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ റേഷ്യോ എന്നുള്ളത് ബേസിന്റെ റേഷ്യോ എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 1:2 റേഷ്യോ ആയിരിക്കും എന്തുണ്ടാവുക? 1:2 റേഷ്യോയിലായിരിക്കും ഇവിടെ ട്രയാങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD is to ADC is to ABC. 3 ട്രയാങ്കിൾസിന്റെയും ഏരിയ റേഷ്യോ എന്താണ്? ABD എന്നുള്ള ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്? 1 യൂണിറ്റ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ ADC എന്നുള്ള ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്? 2 യൂണിറ്റ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ ABC എന്നുള്ള ട്രയാങ്കിളിന്റെ ബേസ് എന്താണ്? ഇവിടെ 2ഉം ഇവിടെ 1, ടോട്ടല് 3 യൂണിറ്റ് ആണ്. നമ്മൾ ചോദിച്ചാൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഓക്കെ, ABC is dash times the area of triangle ADC അല്ലെ? സോ നമുക്ക് ഇവർ രണ്ടുപേരും മാത്രം മതി, അവസാനത്തെ 2 മാത്രം മതി. സോ എന്താണ് റേഷ്യോ? 2:3 എന്ന് പറയുമ്പോൾ 3/2 അല്ലെ? വലുതിന്റെ 3/2 പാർട്ടാണ് എന്ത് നമ്മളെ ചെറിയ ട്രയാങ്കിൾ ADCയുടെ ഏരിയ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഈ പോർഷൻ ക്ലിയർ അല്ലടാ? അതായത് ഹൈറ്റ് കോൺസ്റ്റന്റ് ഇവിടെ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. ഹൈറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ബേസുകളുടെ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ റേഷ്യോ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ ബേസിന്റെ റേഷ്യോക്ക് ഈക്വൽ ആണ്, കാരണം ഹൈറ്റുകൾ കോൺസ്റ്റന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണ്? ആകാശ്, ആവണി, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, P is a point on circle. P is a point on circle whose center is C. Okay, ഒരു സർക്കിളിന്റെ സെന്റർ C ആണ്. സെന്റർ C. A straight line whose length is equal to the radius of the circle drawn from point P to another point Q. Okay, ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തു? ഒരു P എന്നുള്ള പോയിന്റ് ഫിക്സ് ചെയ്തു. ഇവിടുന്ന് റേഡിയസ്, ദെൻ ഈ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ലൈന്. ഓക്കെ, റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ലൈനാണ് സർക്കിൾ Q. സോ ഈ ഒരു ട്രയാങ്കിൾ ദെൻ PQ എന്നുള്ള PQC എന്നുള്ള ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ C എന്നുള്ള എന്താണ്? C എന്നുള്ള സർക്കിളിന്റെ സെന്റർ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി അക്യൂട്ട് ആംഗിൾ ഇൻ റേഡിയൻ Q ഫോംഡ് ബൈ ദി ടാൻജന്റ് ഓഫ് ദി സർക്കിൾ ഡ്രോൺ അറ്റ് Q. ഓക്കെ, ഞാനിവിടെ Q എന്നുള്ള പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യുന്ന ആംഗിള് ഇൻ റേഡിയൻ അല്ലെ? ആംഗിൾ ഇൻ റേഡിയൻ ആണ് കണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കുക ഇതെന്താണ്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾ സർക്കിൾ വരയ്ക്കുകയാണ്. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും വരക്കുന്ന ആളാണ് സർക്കിളിന്റെ സെന്ററിൽ നിന്നും പെരിമീറ്ററിലേക്ക് വരക്കുന്ന ആളാണ് റേഡിയസ്. ഈ റേഡിയസ് നിങ്ങളുടെ ടാൻജന്റ് അറിയുമ്പോൾ എന്താണ്? സർക്കിളിൽ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്നത്, സർക്കിളിന്റെ സർക്കംഫറൻസിലെ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്നതാണ് ലൈനാണ് എന്ത്? നമ്മുടെ ടാൻജന്റ് എന്നുള്ളത്. സോ ടാൻജന്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സർക്കിളിന്റെ ടാൻജന്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ഈ കേസിൽ എന്താണ്? ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ ഈ സെയിം തിയറി നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ 90 ഡിഗ്രി ആണ്. ഇവൻ ടോട്ടൽ ഇവിടെയും 90 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ അടുത്തെന്താണ് നമുക്ക് കാണേണ്ടത്? ഇവിടെ നോക്കി, ഈ ലൈന് PQ എന്നുള്ള ലൈന് റേഡിയസിന് ഈക്വൽ ആണ് അല്ലെ? എന്ന് പറഞ്ഞാൽ PCയും ഓൾറെഡി റേഡിയസ് ആണ്, QCയും ഓൾറെഡി റേഡിയസ് ആണ്, സർക്കിളിന്റെ പുതിയതായിട്ട് വരച്ച PQ എന്നുള്ള കോഡ് ഇവൻ എന്താണ്? റേഡിയസിന് ഈക്വൽ ആണെന്നുള്ള എന്ത് ചെയ്തു? നമ്മുടെ ഈക്വൽ ടു റേഡിയസ് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനകത്ത് തന്നു. സോ ഈ PQ എന്നുള്ള ലൈൻ എന്താണ്? റേഡിയസ് ആണ്. സോ 3 ലൈനുകളും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. സോ ഈ ആംഗിൾസ് ഒക്കെ എന്താണ്? ഇവൻ 60 ഡിഗ്രി ആണ്. ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഓരോ ഈച്ച് ആംഗിൾ എന്താണ്? 60 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? 60 ആൻഡ് സൈഡുകൾ എന്താണ്? സെയിം സൈഡുകൾ 6 അല്ലെ? സർക്കിൾ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള 3 സൈഡുകളുടെ ട്രയാങ്കിൾ ആണ് എന്ത്? ട്രയാങ്കിൾ PQC. ഇതിനകത്ത് സം ഓഫ് ഓരോ ആംഗിൾസ് ഈച്ച് ആംഗിൾ എന്തായിരിക്കും? 60 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? നമ്മളോട് കാണാൻ പറഞ്ഞത് അക്യൂട്ട് ആംഗിൾ ഫോംഡ് അല്ലെ? ഇവിടെ 2 ആംഗിൾസ്, ഈ ടാൻജന്റ് Q 2 ആംഗിൾസ് ഫോം ചെയ്തു. ഒന്ന് ഈ ഒരു ആംഗിൾ ആണ്, രണ്ടാമത്തെ ഈ ഒരു ആംഗിൾ ആണ്. ഇവിടെ അക്യൂട്ട് ആംഗിൾ എന്താണ്? 90 ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ആരാണ്? ഇവനാണ് അല്ലെ? ഇപ്പൊ ഞാനിവിടെ ഒരു M എന്നുള്ള പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ MQP എന്നുള്ളതാണ് എന്ത്? MQP എന്നുള്ളതാണ് നമ്മളെ അക്യൂട്ട് ആംഗിൾ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇവിടെ ടോട്ടൽ ആംഗിൾ 90 ഉണ്ടാവും, അതിൽ ഒരു ഭാഗം 60 ഡിഗ്രി ആണ്. ദെൻ നമ്മുടെ MQP എന്നുള്ള ആംഗിൾ എന്താണ്?
കോൺ എം ക്യു പി എന്താടാ 90 - 60 എന്ന് പറയുമ്പോൾ എന്താണ് അത് 30 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, 30 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ട്രിഗണോമെട്രിക് അകത്ത് പറയാനുള്ളതാണ്. റേഡിയൻ മെഷറിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ 180/π കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഓക്കെ, സോറി, നമുക്ക് വേണ്ടത് റേഡിയനിലേക്കാണ്. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ 30 ഇൻറ്റു π/180 പറയുമ്പോൾ എന്താണ്? π/6 റേഡിയൻ ആണ്. ഓക്കെ, റേഡിയൻ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഒരു മുകളിൽ ഒരു സി പോലത്തെ ഒരു സിമ്പിൾ ഇട്ടിട്ടാണ്. ഓക്കെ, സോ ഇനി ഇതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും കൂടെ മനസ്സിലാക്കുക. റേഡിയൻ അല്ല, നിങ്ങളോട് ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഒരു π/6 റേഡിയൻ π/3 റേഡിയനെ നിങ്ങളോട് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? റേഡിയൻ മെഷറിൽ തന്നൊരു സംഭവത്തെ നിങ്ങളോട് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ എന്തായിരിക്കും? 180/3 പറയുമ്പോൾ 60 ഡിഗ്രി. ഓക്കെ, സോ രണ്ട് രീതിയിൽ വരാം. ഒന്നിക്ക് റേഡിയൻ തന്നിട്ട് ഡിഗ്രി ചോദിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി തന്നിട്ട് റേഡിയൻ ചോദിക്കാം. ഓക്കെ, സോ ഇവിടെ ഈ രണ്ട് തിയറീസ് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക? π/6 റേഡിയൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇതിന്റെ ഓരോ തിയറീസ് ഇതിന്റെ കൂടെ തന്നെ പറയുന്ന തിയറീസ് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ തന്നെ നോട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് റിവൈസ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ട്രയാങ്കിൾ ABC in center is at O. Okay, triangle ABC എന്നുള്ള ട്രയാങ്കിൾ വരച്ചു. ട്രയാങ്കിൾ ABCയിൽ ഇൻ സെന്റർ എന്താണ്? ഓലാണുള്ളത്. ഫൈൻഡ് ആംഗിൾ BAC കോൺ BOCC ഈക്വൽ ടു, അതായത് ഇൻ സെന്റർ O. ഇവിടെ നോക്കുക, ഒരു ഇൻ സെന്റർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ സെന്ററും സർക്കം സെന്ററും പറഞ്ഞ സമയത്ത് ഇൻ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ഓൾ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് അല്ലെ? സോ കോൺ ബിയിൽ നിന്നുള്ളൊരു ആംഗിൾ ബൈസെക്ടർ, ഓക്കെ, കോൺ സിയിൽ നിന്നുള്ളൊരു ആംഗിൾ ബൈസെക്ടർ, ദെൻ കോൺ സിയിൽ നിന്നൊരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ അവരും ഈ പോയിന്റ് ഓയിൽ എന്ത് ചെയ്യും? ഇവര് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ BOC, ഈ O എന്നുള്ള പോയിന്റ് ആണ് എന്ത്? ആംഗിൾ നമ്മുടെ ഇൻ സെന്റർ എന്നുള്ളത്. ഓക്കെ, ദെൻ ഈ ഇൻ സെന്റർ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കിളിനകത്ത്, ട്രയാങ്കിളിനകത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഈ സർക്കിൾ എന്ത് ചെയ്യും? ട്രയാങ്കിളിലെ 3 സൈഡുകളെയും ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് കടന്നു പോകും. ക്ലിയർ ആണല്ലോ? ഫൈൻഡ് ആംഗിൾ BAC ഇഫ് ആംഗിൾ BOC is equal to, അതായത് നമ്മളോട് പറഞ്ഞ എന്താണ്? BOC എന്നുള്ള ആംഗിൾ എന്താണ്? 110 ആണ്. ഓക്കെ, BOC എന്താണ്? 110 ഡിഗ്രിയാണ്. ഇവിടെ നോക്കുക, BOC ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. സോ ജസ്റ്റ് ആ തിയറി പറയാം. ട്രയാങ്കിൾ ABC ഇവിടെ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ്, രണ്ട് ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ദെൻ ഈ ഒരു ആംഗിൾ, ഓക്കെ, ഈ ഒരു ആംഗിൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താണ്? 90 + A/2 ആണ്. 90 + A/2 ആയിരിക്കും അവിടെ ഉള്ള ആംഗിൾ. ഓക്കെ, ഇനി അതേ സമയത്ത് നിങ്ങൾ എക്സ്റ്റേണൽ ആംഗിൾ, സോ AB ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു L എന്നും ഇവിടെ ഞാൻ ഒരു M എന്നും കൊടുത്തു കഴിഞ്ഞാൽ ABC എന്നുള്ള ട്രയാങ്കിളിലെ കോൺ ബിയിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ ആണ് എന്ത്? എക്സ്റ്റേണൽ ആംഗിൾ ആണ് കോൺ LBC. സോ ഇവിടുന്ന് ഞാൻ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ വരച്ചു. ഓക്കെ, എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? ഈ ആംഗിളിനെ 2 ഈക്വൽ ആംഗിൾ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? കട്ട് ചെയ്തു. അതുപോലെ തന്നെ കോൺ സിയിലുള്ള എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ABCയുടെ C എന്നുള്ള വെർട്ടെക്സിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുമ്പോൾ BCM എന്നുള്ള എക്സ്റ്റേണൽ ആംഗിളിന്റെ ബൈസെക്ടർ ആണ് എന്ത്? നമ്മുടെ കോൺ ബി. ഞാൻ ഇവിടെ ഒരു P എന്നുള്ള പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ O എന്നുള്ള പോയിന്റ് കൊടുത്തു. സോ ഈ CP എന്നുള്ള എന്താണ്? ഇവിടെ BCM എന്നുള്ള എക്സ്റ്റേണൽ ആംഗിളിന്റെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ് എന്ത്? എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ആണ് എന്ത്? കോൺ BCP. സോ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് BPC. സോ ഇതെന്താണ്? ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇത് ട്രയാങ്കിളിന്റെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ഈ ആംഗിളിന്റെ വാല്യൂ എന്താണ്? 90 - A/2 എന്നുള്ളതാണ്. രണ്ടും മനസ്സിലാക്കുക. 90 + A/2, 90 - A/2. ക്ലിയർ ആണല്ലോ? 90 + A/2 ആൻഡ് 90 - A/2. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 110 എന്താടാ? 110 പറയുമ്പോൾ 90 + A/2 ആണ് അല്ലെ?
സോ 90 പ്ലസ് എ ബൈ ടുവിന്റെ വാല്യൂ ആണ് എന്ത്? 90 പ്ലസ് എ ബൈ ടുവിന്റെ വാല്യൂ ആണ് 110. സോ ഇവിടെ എ ബൈ ടു എന്താ? എ ബൈ ടു പറയുമ്പോൾ 110 നിന്നും 90ലേക്കുള്ള ഡിഫറൻസ് 20 ആണ്. സോ എ എന്തായിരിക്കും? എ എന്ന് പറയുമ്പോൾ 2 × 20 എന്ന് പറയുമ്പോൾ എന്താണ്? 40 ഡിഗ്രി അല്ലേ? സോ ഓപ്ഷൻ എ. ഇവിടെ ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ ഇത്തരം ചെയ്യാൻ പോകരുത്. ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ, അതായത് ഈ BOC-യുടെ അല്ലെങ്കിൽ BPC-യുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂയിലേക്ക് അത് 90 പ്ലസ് ആയിക്കോട്ടെ 90 മൈനസ് ആയിക്കോട്ടെ 90ൽ നിന്നുള്ള ഡിഫറൻസ് കാണുക. 90ൽ നിന്നുള്ള ഡിഫറൻസ് കാണാം. സോ ഈ ഭാഗത്താണെങ്കിൽ അത് ഒരു 90നേക്കാൾ കൂടുതലുള്ള വാല്യൂ ആയിരിക്കും. സോ ഡിഫറൻസ് കാണാം. ഇവിടെ ആണെങ്കിൽ 90നേക്കാൾ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. 90ലേക്കുള്ള ഡിഫറൻസ് കാണാം. ദെൻ ആ ഡിഫറൻസിന്റെ ഡബിൾ എടുക്കുക. അതായിരിക്കും എപ്പോഴും എന്ത്? നമ്മുടെ എ എന്നുള്ള വെർട്ടെക്സ്. ഓക്കെ, ഇവിടെ എ എന്നുള്ള വെർട്ടെക്സ് എപ്പോഴും എന്തായിരിക്കും? ഇവിടെ ഈ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. അതായത് ഇന്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസ് 90 എന്നുള്ള ഡിഫറൻസ് എടുക്കുക, ഇൻറ്റു 2 എടുക്കുക. അതായിരിക്കും നമ്മുടെ ഈ എ എന്നുള്ള ട്രയാങ്കിളിന്റെ വെർട്ടെക്സ്. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a triangle ABC, point D and E are on the side AB and AC such that DE parallel to BC. Okay. അടുത്തൊരു triangle ABC എന്നുള്ള triangle പോയിന്റ് ഡിയും ഇയും on the side AB and AC. ഓക്കെ, എബിയിലും എസിയിലുള്ള പോയിന്റുകളാണ് എന്ത്? ഡിയും ഇയും. എബിയിൽ ഞാനൊരു ഡി എന്നുള്ള പോയിന്റും എസിയിൽ ഞാനൊരു ഇ എന്നുള്ള പോയിന്റും. ഓക്കെ, ഡിയും ഇയും. DE is parallel to BC. Okay, DE is parallel to BC. Okay, DEയും BCയും പാരലൽ ആണ്. ആൻഡ് AD by BD 3/5. ഓക്കെ, ഇവൻ 3 ആണെങ്കിൽ ഇവൻ എന്താണ്? 5 ആണ്. ഓക്കെ, ഇവൻ 3 ആണെങ്കിൽ ഇവൻ 5 ആണ്. ഓക്കെ, എസിയുടെ വാല്യൂ 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, AC ടോട്ടൽ എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. ഇവിടെ നോക്ക്, നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു ട്രയാങ്കിൾ വരച്ചു ABC. ഓക്കെ, ഈ ട്രയാങ്കിൾ വരച്ചിട്ട് ഇതിന്റെ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിട്ട് നിങ്ങൾ ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ, അത് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളെയും ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ ബേസിന് പാരലൽ ആയിട്ട് ഒരു സൈഡ് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു സൈഡ് എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആ ട്രയാങ്കിൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഞാൻ DE എന്നുള്ള പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ADE എന്നുള്ള ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC. ഓക്കെ, ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC ആയിരിക്കും. കാരണം എന്താണ്? പാരലൽ ആണ്. സോ ഈ ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഇത് ഓൾറെഡി എന്താണ്? രണ്ട് ട്രയാങ്കിൾസിന്റെയും കോമൺ ആംഗിൾ ആണ്. സോ ഈ രണ്ട് ട്രയാങ്കിൾ ADEയും ട്രയാങ്കിൾ ABC എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇവിടെ ഇത് രണ്ടും പാരലൽ ആവണമെന്ന് മാത്രം. ഓക്കെ, ദെൻ ഇതാണ് ഇവിടുത്തെ തിയറി ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്കറിയാം, ഇങ്ങനെ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ ADE എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ, ആ റേഷ്യോ നിങ്ങൾക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡുകളുടെ റേഷ്യോ AB ബൈ ഇവിടുത്തെ ആദ്യത്തെ രണ്ടെണ്ണം, ഇവിടുത്തെ ആദ്യത്തെ രണ്ടെണ്ണം, AB ബൈ AD. ദെൻ ഇവിടുത്തെ അവസാനത്തെ രണ്ടെണ്ണം, ദെൻ ഇവിടുത്തെയും അവസാനത്തെ രണ്ടെണ്ണം, BC ഡിവൈഡഡ് ബൈ DE. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ആദ്യത്തതും അവസാനത്തതും, ദെൻ ഇവിടുത്തെയും എന്ത് ചെയ്യണം? ആദ്യത്തേതും അവസാനത്തേതും. ക്ലിയർ ആണല്ലോ? സോ AC ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? AE എന്നുള്ളത്. ക്ലിയർ ആണോ? സോ നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ ഇത്തരം സിമിലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സൈഡുകളുടെ റേഷ്യോ എഴുതാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ സൈഡുകളുടെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഏരിയ റേഷ്യോ എന്ന് പറയുന്നതായിരിക്കും ഈ സൈഡുകളുടെ റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും. ഇതൊക്കെ ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കേണ്ട എക്സ്ട്രാ പോയിന്റുകളാണ്. അതൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു. ദെൻ അറിയാത്തവർ എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ സൈഡുകളുടെ റേഷ്യോ ആയിരിക്കും സർക്കം റേഡിയസിന്റെ റേഷ്യോ, ഇൻ റേഡിയസുകളുടെ റേഷ്യോ, അതുപോലെ തന്നെ സർക്കംഫറൻസ് പെരിമീറ്ററുകളുടെ റേഷ്യോ, പിന്നെ ആംഗിൾ ബൈസെക്ടേഴ്സിന്റെ റേഷ്യോ, മീഡിയൻസിന്റെ റേഷ്യോ. ഇതൊക്കെ എന്താണ്? ഈ സെയിം സൈഡുകളുടെ റേഷ്യോ ആണ്. രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ ഈ റേഷ്യോകളൊക്കെ സെയിം ആയിരിക്കും. ദെൻ ഇതിൽ ഏതെങ്കിലും റേഷ്യോയുടെ സ്ക്വയർ ആയിരിക്കും എന്ത്? ഏരിയ റേഷ്യോ എന്നുള്ളത്. ഇത്രയും ഭാഗങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇവിടെ ഓക്കെ, ഈ ട്രയാങ്കിൾ ADEയും ഈ DEയും BCയും പാരലൽ ആയതുകൊണ്ട് തന്നെ ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC എന്ന് എനിക്ക് പറഞ്ഞൂടെ? ട്രയാങ്കിൾ ADE പാരലൽ ടു ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞൂടെ? സോ AD എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ AD ഡിവൈഡഡ് ബൈ ആദ്യത്തെ രണ്ടെണ്ണം, ദെൻ ഇവിടെ എന്താണ്? AB അല്ലെ? AD ബൈ AD ഡിവൈഡഡ് ബൈ AB. ദെൻ അടുത്തെന്തായിരിക്കും? എനിക്ക് വേണ്ട എന്താ? AEയുടെ ലെങ്ത് ആണ് അല്ലെ? സോ AEയുമായിട്ട് ഉണ്ടാക്കുന്നത് AE ഇവിടെ ആദ്യത്തെ അവസാനത്താണ്. സോ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യത്തെ അവസാനത്തെ എടുക്കണം. സോ AE ബൈ AC ആയിരിക്കും. ക്ലിയർ അല്ലേ? AE ഡിവൈഡഡ് ബൈ AC ആയിരിക്കും. സോ ഇവിടെ
എ സി എന്താണ്, എ സി 4 തന്നിട്ടുണ്ട്. എ ബി ബൈ എ ഡി ഇവിടെ എന്താണ് എ ഡി എന്ന് പറയുമ്പോൾ എന്താണ് എ ഡി 3 യൂണിറ്റ് ആണ് അല്ലെ. എ ഡി ബൈ നമുക്ക് എന്താണ് എ ഡി ബൈ എ ബി വേണ്ടത്. എ ബി എന്താണ് 3 യൂണിറ്റ് ഇവിടെയും ഉണ്ട്, 5 യൂണിറ്റ് ഇവിടെ ഉണ്ട്. ടോട്ടൽ എന്താണ് എ ബി എന്ന് പറയുമ്പോൾ 3 + 5 8 അല്ലെ. 3/8 റേഷ്യോ ആണ് എന്ത് നമ്മുടെ എ ഇ ബൈ കാണേണ്ടത്. എ ഇ ആണ്. എ ഇ ഡിവൈഡ് ബൈ എ സി എന്താണ്, എ സിയുടെ ലെങ്ത് 4 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ 4. ക്ലിയർ അല്ലേ? സോ ഇവിടെ നോക്ക്, ഈ 8 4 ആയത് ഇൻറ്റു 0.5 ചെയ്തപ്പോഴല്ലേ അല്ലേ, ഇൻറ്റു 0.5 അല്ലെ. 8 ഇൻറ്റു ഹാഫ് ആണ് എന്ത് 4. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി, 3 ഇൻറ്റു 0.5 ചെയ്താൽ മതി. 3ന്റെ ഹാഫ് എന്താടാ 1.5 ആണ്. സോ എ എന്തായിരിക്കും, സോ എ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇ എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതി 1.5 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ. ഓക്കെ. സോ ഇതിന്റെ കൂടെ തന്നെ തിയറി കൂടെ പറയുമ്പോഴാണ് നമുക്ക് ടൈം എടുക്കുന്നത്. അവസാനത്തേക്കൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യേണ്ടില്ല, നമുക്ക് തിയറി പറയേണ്ടില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ തിയറീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. സോ ആ സമയത്ത് എത്തുമ്പോൾ ജസ്റ്റ് കണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ എക്സ്ട്രാ ഫാക്ട് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് എക്സ്ട്രാ പോയിന്റ് കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. triangle PQR, QR is extended to, then triangle PQR എന്നുള്ള ട്രയാങ്കിളിനകത്ത് QR is extended up to S. Okay, QR is extended up to S, so that RS is equal to RP എന്നുള്ളതാണ്. ഓക്കെ, RS എന്നുള്ള ലൈനും RP എന്നുള്ള ലൈനും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നു. ദെൻ കോൺ PRQ is equal to 70. കോൺ PRQ ഇവൻ എന്താണ്, ഇവൻ 70 ഡിഗ്രി ആണ്. ഓക്കെ, കോൺ QPS is equal to 110. കോൺ QPS, അപ്പം ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എന്താ, കോൺ QPS ഇവൻ ടോട്ടൽ എന്താണ് 110 ആണ്. ഓക്കെ, കോൺ QPS 110. ഫൈൻഡ് ദ മെഷർ ഓഫ് കോൺ PQS. കോൺ PQSന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? എടാ ഇവിടെ നോക്ക്, ഇവൻ 70 ആണല്ലോ അല്ലെ. ഇവൻ 70 ആണെങ്കിൽ ഇത് ലീനിയർ പെയർ ഫോം ചെയ്യും. സോ ഇത് എന്തായിരിക്കും, 110 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് 110 ആയിരിക്കും. ഇനി ഇവിടെ നോക്ക്, ഈ ട്രയാങ്കിൾ PRS എന്ന ട്രയാങ്കിളിനകത്ത് ഒരു ആംഗിൾ എനിക്ക് കിട്ടി 110. പക്ഷേ ഇവർ രണ്ടുപേരും ഇത് രണ്ടും എന്താണ്, ഈ ട്രയാങ്കിൾ PRSനകത്ത് രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. സോ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്താണ്, സെയിം ആണ്. സോ ഈ ഒരു ആംഗിൾ എന്താണോ ഇത് തന്നെ ആയിരിക്കും ഇവിടെ ഉള്ള ആംഗിളും. ക്ലിയർ അല്ലേ? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഒരു ട്രയാങ്കിൾ PRSന്റെ സം ഓഫ് ആംഗിൾസ് 180 കിട്ടണം. അതിൽ ഒരു ആംഗിൾ 110 ആണ്. സോ ബാക്കി എത്ര വേണം, ബാക്കി 180 മൈനസ് 110 പറയുമ്പോൾ ബാക്കി 70 കിട്ടണം. ഈ 70 ആര് സപ്ലൈ ചെയ്യണം, 70 ഈ ഒരു RPS എന്നുള്ള ആംഗിളും RSP എന്നുള്ള രണ്ട് ആംഗിൾസും കൂടെ എന്ത് ചെയ്യണം, രണ്ടിന്റെയും കൂടെ ആംഗിൾ 70 ആയിരിക്കണം. സമ്മ് 70 ആയിരിക്കണം. പക്ഷെ എനിക്കൊരു കാര്യം കൂടെ അറിയാം, ഈ രണ്ട് ആംഗിൾസും എന്താണ്, സിമിലർ ആണ്, ഈക്വൽ ആണ് അല്ലെ. രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സോ രണ്ട് ആംഗിൾസും കൂടെ രണ്ട് ഈക്വൽ ആംഗിൾസിന്റെ സമ്മ് 70 ആണെങ്കിൽ ഒരു ആംഗിൾ എന്തായിരിക്കും, 70/2 എന്ന് പറയുമ്പോൾ 35 ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇവൻ 35 ഉണ്ടാവും, ഇവൻ എന്തുണ്ടാവും, 35 ഉണ്ടാവും. ദെൻ അടുത്ത എന്താ, ഫൈൻഡ് ദ മെഷർ ഓഫ് കോൺ PQSന്റെ വാല്യൂ ആണ് കാണേണ്ടത്. എടാ ഇവിടെ നോക്ക്, ഇത് ടോട്ടൽ ഈ ട്രയാങ്കിൾ PQS കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിൾ PQS ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോൺ P എന്നുള്ളത് എന്താണ്, കോൺ P എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 110 ആണ് അല്ലെ. അതുപോലെ തന്നെ കോൺ S എന്താണ്, കോൺ S എന്നുള്ളത് എനിക്ക് 35 ആണെന്ന് അറിയാം. സോ കോൺ Q എന്തായിരിക്കണം, കോൺ Q എന്ന് പറയുമ്പോൾ 180 മൈനസ് ഓഫ് ഈ 110ന്റെയും 35ന്റെയും സമ്മ് അല്ലെ. സോ ഒരു ആംഗിൾ 110, മറ്റേ ആംഗിൾ 35, 145 അല്ലെ. സോ 180 145 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ്, 35 ആണ്. ക്ലിയർ അല്ലേ? 35 ആണ്. സോ ഓപ്ഷൻ എന്താ, ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Area of a triangle ABC
ട്രയാങ്കിൾ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ എ ബി സി ഈ 63 യൂണിറ്റ് two parallel lines DE and FG are drawn such that it is divides AB and AC into 3 equal parts. അതായത് AB എന്നുള്ള ലൈനിനെയും AC എന്നുള്ള ലൈനിനെയും ഡിവൈഡ് ചെയ്തിട്ട് 3 ഈക്വൽ സെക്ഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആരൊക്കെയാണത്? DE എന്നുള്ള പാരലൽ ലൈനും FG എന്നുള്ള പാരലൽ ലൈനും. ഓക്കെ, DE എന്ന് പറഞ്ഞ പാരലൽ ലൈനും FG എന്നുള്ള ഒരു പാരലൽ ലൈനും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? DE എന്നുള്ള ഒരു പാരലൽ ലൈൻ വരച്ചു, DE. ദെൻ അടുത്തെന്ത് ചെയ്തു? ഞാൻ FG എന്നുള്ള പാരലൽ ലൈൻ വരച്ചു, FG. ഓക്കെ, DE എന്നുള്ള പാരലൽ ലൈൻ വരച്ചു, FG എന്നുള്ള പാരലൽ ലൈൻ വരച്ചു. സോ ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ DE FG എങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്? ഈ ABയെയും ACയെയും 3 ഈക്വൽ അല്ലെ 3 ഈക്വൽ പാർട്ടാക്കി കൺവേർട്ട് ചെയ്തു അല്ലെ, 3 ഈക്വൽ പാർട്ടുകളാക്കി കൺവേർട്ട് ചെയ്തു. എന്ന് പറയുമ്പോൾ ഇവൻ ഒരു യൂണിറ്റ് ആണെങ്കിൽ ഇവനും ഒരു യൂണിറ്റ് ആയിരിക്കും, ഇവനും ഒരു യൂണിറ്റ് ആയിരിക്കും അല്ലെ, ഇവരൊക്കെ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ബൈസെക്ഷന്റെ പ്രത്യേകത. ഈ ഒരു കട്ടിങ് എങ്ങനെ വരുന്നത്? Dയും F എന്നുള്ള പോയിന്റുകൾ ഈ AB എന്നുള്ള ലൈനിനെ 3 ഈക്വൽ പാർട്ടും AC എന്നുള്ള ലൈനിനെ 3 ഈക്വൽ പാർട്ടുകളാക്കി കൺവേർട്ട് ചെയ്തു. സോ ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് അറിഞ്ഞിട്ടുണ്ട്? ഈ രണ്ട് പാരലൽ ലൈനുകളും DE FG എന്താണ്? പാരലൽ ആണ്. സോ ഈ DEയും FGയും പാരലൽ ആണെങ്കിൽ DE FGയും പാരലൽ ടു BC ആണ്. ബേസ് BCക്ക് പാരലൽ ആണ്. സോ ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള ലൈനുകൾ വരയ്ക്കുമ്പോൾ ഈ ട്രയാങ്കിൾസ് ഒക്കെ എന്തായിരിക്കും? ട്രയാങ്കിള് ADE എന്നുള്ള ട്രയാങ്കിളും AFG എന്നുള്ള ട്രയാങ്കിളും AFG എന്നുള്ള ട്രയാങ്കിളും അതുപോലെ തന്നെ എന്തായിരിക്കും? ABCക്ക് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും അല്ലെ. ഈ രണ്ട് ട്രയാങ്കിൾസ്, ഈ 3 ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ക്ലിയർ അല്ലേ? 3 ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോ ഒരുപോലെ എഴുതാൻ പറ്റും. ഇനി അതുപോലെ തന്നെ സിമിലർ ട്രയാങ്കിൾസ്, ഞാൻ നേരത്തെ പറഞ്ഞു സിമിലർ ട്രയാങ്കിൾസിന്റെ റേഷ്യോ എന്തായിരിക്കും? ഇവിടെ നോക്കുക, ഇവിടെ ട്രയാങ്കിൾ ADയുടെ ഏരിയ AD എന്നുള്ള സൈഡ്, ട്രയാങ്കിൾ ADയിൽ AD എന്നുള്ള സൈഡ് എന്താണ്? ഒരു യൂണിറ്റ് ആണ്. സോ സൈഡ് റേഷ്യോ ഞാൻ എഴുതുകയാണെങ്കിൽ, സൈഡിന്റെ റേഷ്യോ എഴുതുകയാണെങ്കിൽ ഡയറക്റ്റ് ഞാൻ എഴുതാൻ പോവാണ്. സൈഡിന്റെ റേഷ്യോ എന്താണ്? സൈഡിന്റെ റേഷ്യോ ട്രയാങ്കിൾ ADയുടെ സൈഡ് ഒരു യൂണിറ്റ് ആണ് അല്ലെ, ഒരു യൂണിറ്റ്. ഇനി ട്രയാങ്കിൾ AFG, ട്രയാങ്കിൾ AFG എന്താണ്? AFG എന്നുള്ള ഒരു സിമിലർ ട്രയാങ്കിൾ ആണ്. സോ AFല് AFG എന്നുള്ള ട്രയാങ്കിളിനകത്ത് AF എന്നുള്ള സൈഡ് എന്തായിരിക്കും? 1+1, ടോട്ടലി 2 യൂണിറ്റ് അല്ലെ, 2 യൂണിറ്റ്. ദെൻ അടുത്ത് ട്രയാങ്കിൾ ABCക്ക് അകത്തോ? ട്രയാങ്കിൾ ABC എന്നുള്ള ഒരു സൈഡ് എന്താണ്? ട്രയാങ്കിൾ ABCയിലെ AB എന്നുള്ള സൈഡിന് സിമിലർ ആണത്. സോ 1+1+1 എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ്. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഏരിയ റേഷ്യോ എന്തായിരിക്കും? ഏരിയ റേഷ്യോ ഓഫ് ഈ 3 ട്രയാങ്കിൾസിന്റെ സിമിലർ ഏരിയ റേഷ്യോ എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. സോ 1:2 സ്ക്വയർ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 1:4:9 ആണ് അല്ലെ. 1:4:9 റേഷ്യോയിലാണ് എന്ത്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഈ ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ ഈ ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? 1:4:9 ആണ് അല്ലെ. ADE AFGയുടെ ഏരിയ ABCയുടെ ഏരിയ എന്താണ്? 1:4:9 ആണ്. ഇവിടെ നോക്കുക, ഇതില് ഈ ABC എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ, ടോട്ടൽ ട്രയാങ്കിൾ, അതായത് വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? 63 ആണ്. അതായത് 9 യൂണിറ്റ് ആണ് എന്ത്? ഈ 9 യൂണിറ്റ് ആണ് 63 ആയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ഇൻറ്റു 7 ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? എനിക്ക് 63 കിട്ടുന്നത്. എന്ന് പറയുമ്പോൾ ഇവന്റെ ഏരിയ എന്തായിരിക്കും? രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? 28 കിട്ടും അല്ലെ. ഇവനെ ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നോക്ക്, ഈ ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ 63ഉം ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ 7 യൂണിറ്റും ഈ AFG എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ 28 ആണ് അല്ലെ. സോ ഇവിടെ നോക്കുക, ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 7 യൂണിറ്റ് ആണ്. ദെൻ ഇത്രയും വലിയ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ AFG എന്നുള്ള ട്രയാങ്കിളിന്റെ ഏരിയ ഇത് എത്രയാണ്? 28 ആണ്. സോ ഈ 28-നകത്ത് ആരുണ്ട്? ഓൾറെഡി 7 ഉണ്ട്. സോ ഇവിടെ ഈ ഒരു ഏരിയ ചോദിച്ചിട്ടുള്ള എന്താണ്? DEFG അല്ലെ. DEFG എന്നുള്ള പാർട്ടിന്റെ ഏരിയ എന്തായിരിക്കും? DEFG എന്നുള്ള പാർട്ടിന്റെ ഏരിയ 28 - 7 എന്തായിരിക്കും? 21 യൂണിറ്റ് ആയിരിക്കും അല്ലെ. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഇവിടുത്തെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യേ. മനസ്സിലായിട്ടുണ്ടോ? വളരെ സിമ്പിൾ ആണ്. ഇവിടെ എത്ര മനസ്സിലാക്കേണ്ടുള്ളൂ. നമുക്ക് ആ ഏരിയ സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡുകളുടെ റേഷ്യോ കാണാൻ പറ്റും. സൈഡുകളുടെ റേഷ്യോ വെച്ചിട്ട് എനിക്ക് ഏരിയ റേഷ്യോ കാണാൻ പറ്റും. ദെൻ ഏരിയ റേഷ്യോയിൽ ആരുണ്ട്? ഈ ചെറിയ ട്രയാങ്കിളിനകത്ത് ഈ AFG എന്നുള്ള വലിയ ട്രയാങ്കിളിനകത്ത് ആരുണ്ട്? ഓൾറെഡി AD എന്നുള്ള ട്രയാങ്കിൾ കൂടെ ഇൻക്ലൂഡിംഗ് ആണ്. സോ ഇതിന്റെ ടോട്ടൽ AFGയുടെ ഏരിയയിൽ നിന്നും ഈ പറഞ്ഞ ADEയുടെ ഏരിയ മൈനസ് ചെയ്ത് എന്ത് കിട്ടും? എനിക്ക് ഈ പറഞ്ഞ ഒരു ക്വാഡ്രിലാറ്ററൽ പാർട്ട് FDEG എന്നുള്ള പാർട്ടിന്റെ ഏരിയ കിട്ടും. ക്ലിയർ ആണല്ലോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ട്രയാങ്കിൾ ABC and DEF are similar triangles which in which BC4 ആണ്, EF7 and area of ABC 144. ഓക്കെ, ഇവിടെ അറിയാം. ഇവിടെ നോക്കടാ, ഈ BCയും EFഉം ഇതിനകത്ത് നോക്ക്, നമുക്കറിയാം ഈ പറഞ്ഞ ഇതിനകത്തുള്ള സിമിലാരിറ്റി ABC സിമിലർ ടു DEF ആണ് അല്ലെ. ABC സിമിലർ ടു DEF നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ABC സിമിലർ ടു DEF. ഇനി ഇവിടെ തന്നിരിക്കുന്ന സൈഡുകൾ അധികം BCയും EF ആണ്. ഇവിടെ നോക്ക്, ഇവിടെ അവസാനത്തെ രണ്ടെണ്ണാണ് BC, ഇവിടെയും അവസാനത്തെ രണ്ടെണ്ണാണ് EF. സോ ആ റേഷ്യോ എന്തായിരിക്കും? സിമിലർ ട്രയാങ്കിൾസിന്റെ റേഷ്യോ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും, BC ഡിവൈഡഡ് ബൈ EF റേഷ്യോ. ക്ലിയർ അല്ലേ? അതാണ് എന്ത് 4/7 എന്നുള്ളത്. ഓക്കെ, ദെൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ ഏരിയ ഓഫ്. ഓക്കെ, സോ ഇതിൽ നിന്നും സൈഡുകളുടെ റേഷ്യോ എന്താണ്? ഇത് സൈഡിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അല്ലെ. സൈഡിന്റെ റേഷ്യോ ഇങ്ങനെ ഈ 4/7 ആണെങ്കിൽ ഏരിയ റേഷ്യോ എന്താ? ഏരിയ റേഷ്യോ എന്നുള്ളത് എന്താണ്? ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/7 സ്ക്വയർ അല്ലെ. 4/7 സ്ക്വയർ എന്താടാ? 16/49 ആണ്. ഓക്കെ, 16/49 ആണ്. സോ ഏരിയ റേഷ്യോ കിട്ടി. അതിനകത്ത് ഈ പറഞ്ഞ 16 എന്നുള്ളതാണ് എന്ത്? 16 എന്നുള്ളതാണ് 144. ഓക്കെ, എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 9 ആണ് എന്ത്? 144. സോ ആ 9 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഇവിടെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു 9 ചെയ്താൽ മതി. 49 ഇൻറ്റു 9. സോ 9 ഇൻറ്റു 9 എന്തായിരിക്കണം? ഇവിടെയും യൂണിറ്റ് ഡിജിറ്റ് 9 ഇൻറ്റു 9 81 വരണം അല്ലെ. യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരണം? യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ 1 വരണം. 1 വരുന്നത് ഏതേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. സോ ആൻസർ എന്തായിരിക്കും? 441 അല്ലെ. യൂണിറ്റ് ഡിജിറ്റിനകത്ത് ഇവിടെ 2 ആണ് വരുന്നത്, ഇത് വരില്ല. ഇവിടെ 4 ആണ് വരുന്നത്, ഇവനും വരില്ല. സോ ഈ ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ആണ് വരുന്നത്, ഇവനും വരില്ല. ആകെ വരുന്ന ഏതേ ഉള്ളൂ? 441. സോ ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടടാ? ഗോപിക്കു ഇയാളുടെ നെയിം എന്താണ്? ആൻസർ ചെയ്ത് ഗോപിക്കു മാത്രമാണ്. ഗോപിക്കു എന്താണ് നെയിം? ഒന്ന് കമന്റ് ചെയ്യോ? ആവണി, അരവിന്ദ്, മോഹൻ, ആനന്ദ് ക്ലിയർ ആണ്. ജസ്ന, വൈശാഖ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് നെയിം അറിയാൻ വേണ്ടി ചോദിച്ചാട്ടോ. ബുദ്ധിമുട്ടില്ലെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ ഈ ഗോപിക്കു എന്ന് പറയുമ്പം ബാക്കിയുള്ള ആളുകൾ വേറെ എന്ത് വിചാരിക്കും? സോ അതുകൊണ്ട് ഞാൻ നെയിം എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഗോപിക. ഓക്കെ ഓക്കെ, ഗോപിക ആയിരുന്നല്ലേ ഗോപിക്കു. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. കാരണം ഇത് ഈ ഗോപിക്കു എന്ന് പറയുമ്പം നമ്മൾ കേൾക്കുന്ന ആളുകൾ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. സോ ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറയുമ്പം ഗോപികക്ക് മനസ്സിലായി എന്ന് പറയാലോ. സോ അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ, ഗോപിക മാത്രമാണ് നേരത്തെ ആൻസർ പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കാം. HI, GF and DE are parallel lines. ഓക്കെ, HI, GF and DE ഇവര് 3 പേരും പാരലൽ ലൈൻസ് ആണ്. ഇതിൽ DG 6 ആണ്. ഓക്കെ, DG ഇവരെന്താണ്? DG 6 ആണ്. ആൻഡ് GH ഇവൻ 4 ആണ്. ആൻഡ് FI എന്നുള്ളത് 8 ആണ്. FI എന്നുള്ളത് എന്താണ്? FI 8 ആണ്. EFന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, EFന്റെ വാല്യൂ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. 3 പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന 2 ട്രാൻസ്വേഴ്സൽ ലൈൻസ്. ഓക്കെ, ഇവര് ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുകയാണ്. ഇവിടെ MLPQRS ഇങ്ങനെ 3 പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, MP ഡിവൈഡഡ് ബൈ PR എന്നുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും LQ ഡിവൈഡഡ് ബൈ QS എന്നുള്ള റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, 3 പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന 2 ട്രാൻസ്വേഴ്സൽ ലൈൻസ്, ദെൻ ഈ ഒരു റേഷ്യോ ഫോളോ ചെയ്യുന്നുള്ളതാണ് കണ്ടീഷൻ. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു കാര്യം മനസ്സിലാക്കുക. ദെൻ ഇവിടെ എന്ത് വരും? ഇവിടെ 3 പാരലൽ ലൈൻസ് അല്ലെ, HI, GF ആൻഡ് DE ഈ 3 പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന
രണ്ട് ട്രാൻസ്വേഴ്സൽ ലൈൻസ് ആണ് എന്ത് ഈ പറഞ്ഞ ജി സി എന്നുള്ളത്, സോറി എച്ച് സി എന്നുള്ളതും ഐ സി എന്നുള്ളതും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഈ റേഷ്യോ ഇവിടെ എഴുതാം. ദെൻ എന്താണ് 4 divided by 6 is equal to 8 divided by EF എന്നുള്ളതായിരിക്കും റേഷ്യോ അല്ലെ. ഇവിടെ 4 8 ആയത് ഇൻറ്റു 2 ചെയ്തപ്പോഴാണ്. സോ 6 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 6 ഇൻറ്റു 2 12 എന്ന് കിട്ടും അല്ലെ. സോ EF എന്തായിരിക്കും, EF 12. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, കൺസെപ്റ്റ് അറിയേണ്ട കാര്യമുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. P is the midpoint of a side BC of a parallelogram ABCD such that BAP. So, P is the midpoint of the side BC of a parallelogram. Okay, ഞാൻ ഇത് ഒരു പാരലോഗ്രാം വരച്ചു. ഓക്കെ, ഒരു പാരലോഗ്രാം വരച്ചു. പാരലോഗ്രാം പറയുമ്പോൾ എന്താണ്, രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് ആൻഡ് അത് രണ്ട് എന്താണ് പാരലൽ ആണ്. ഓക്കെ, ദെൻ ദ മിഡ് പോയിന്റ് ഞാൻ ജസ്റ്റ് നെയിം കൊടുക്കുകയാണ് ABCD. ഓക്കെ, ABCD എന്നുള്ള പാരലോഗ്രാം. ദെൻ P is the midpoint of side BC. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു P എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് എന്താണ്, ഇതിന്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, BP യും PC യും ഈക്വൽ ആണ്. സച്ച് ദാറ്റ് BAP is equal to DAP. കോൺ BAP ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺ BAP is equal to DAP. സോ ഈ രണ്ട് ആംഗിൾസ് നമ്മൾ വരക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നില്ലെങ്കിലും ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് BAP is equal to DAP എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ ഇഫ് AD is equal to 10. ഓക്കെ, AD യുടെ വാല്യൂ, ഇവന്റെ വാല്യൂ 10 ആണ്. ഓക്കെ, AD 10 ആണ്. ഇനി ഇവിടെ നോക്കുക, AD 10 ആണ്. ഈ ചോദിച്ചാൽ എന്താണ്, CD യുടെ വാല്യൂ എന്ത് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്, രണ്ടും പാരലൽ ആണ് അല്ലെ. പാരലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്, പാരലോഗ്രാം എന്ന് പറയുമ്പോൾ ഈ കേസിൽ നമ്മൾ വരച്ച ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ AB യും CD യും പാരലൽ ആണ്, അത് രണ്ടും ഈക്വൽ ഇൻ ലെങ്ത് ആണ്. അതുപോലെ തന്നെ AD യും BC യും എന്താണ് ഈക്വൽ ആണ്, അത് രണ്ടും എന്താണ് പാരലൽ ആണ്, രണ്ടും ഈക്വൽ ഇൻ ലെങ്ത് ആണ്. സോ ഇവിടെ 10 ആണെങ്കിൽ ഇവന്റെയും ടോട്ടൽ ലെങ്ത് എന്തായിരിക്കും, 10 ആയിരിക്കും. സോ ഇതിനെ രണ്ട് രീതിയിൽ നമ്മൾ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യണമെങ്കിൽ ഇവൻ 5 ആയിരിക്കണം, ഇവനും എന്തായിരിക്കണം 5 ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കുക, എനിക്ക് ഇതൊരു പാരലോഗ്രാം ആണല്ലോ. സോ ഞാൻ ഇതിന്റെ മിഡ് പോയിന്റ് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ലൈൻ വരച്ചു. സോ അതെന്തായിരിക്കും, നമ്മുടെ ABക്കും DCക്കും ഈക്വൽ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും അല്ലെ. ഇനി ഇവൻ എന്താണ്, ഇത് AB യും ഞാനിപ്പോ ഈ വരച്ച, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു എന്താ പറയാ L എന്നുള്ള പോയിന്റ് എടുത്തു. ഈ LP എന്തായിരിക്കും, LP ABക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ. കാരണം രണ്ടും എന്താണ് പാരലൽ ലൈൻസ് ആണ്, ഒരേ പാരലോഗ്രാം വരച്ച് അകത്ത് വരച്ച രണ്ട് ലൈൻസ് ആണ് അല്ലെ. സോ ഈ LP യെയും AB യെയും മീറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് എന്ത്, AP എന്നുള്ളത്. സോ ഇതെന്തായിരിക്കും, ഇത് ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും അല്ലെ. സോ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഈ ആംഗിളും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓൾറെഡി നമുക്കറിയാം ഈ ആംഗിളും എന്താണ് ഈക്വൽ ആണ്. അപ്പം ഇതും കൂടെ ഈക്വൽ ആയി. സോ ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഈ ട്രയാംഗിളിനകത്ത് ഈക്വൽ ആണ് അല്ലെ. സോ നമുക്ക് എന്തറിയാം, ഇവൻ 5 ആണെങ്കിൽ ഇവൻ എന്തായിരിക്കണം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിനകത്തുള്ള ട്രയാംഗിളിനകത്തുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകൾ ഈക്വൽ ആണ്. സോ ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആണ് എന്ത്, ഇവൻ. സോ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആണ് എന്ത്, 5 എന്നുള്ളത് ഇവൻ. സോ ഈ 5 തന്നെ ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ ഉണ്ടാവുക. ദെൻ LP എന്നുള്ള സൈഡിനാണ് എന്ത് 5 കിട്ടിയത്. സോ AB എന്തായിരിക്കും, 5 ആയിരിക്കും. അതുപോലെ തന്നെ CD എന്തായിരിക്കും, 5 ആയിരിക്കും. ഓക്കെ, AB യും CD ഒക്കെ 5 ആയിരിക്കും. ദെൻ ചോദിച്ചെന്താ, CD യുടെ വാല്യൂ എന്തെന്നുള്ളതാണ്. CD യുടെ വാല്യൂ എന്താണ്, 5. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ, ആസ്പിറന്റ് ആൻഡ് അവനി. ആസ്പിറന്റ് നെയിം എന്താണ്, ആസ്പിറന്റ് എന്തൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ് ഇരിക്കുന്നവരാണ്. ആൾസോ നിങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യുന്നവരായിരിക്കും. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ പറയുന്നത് പലപ്പോഴും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലരും ആൻസർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ പേര് പറയാൻ പറ്റുമോ, ആസ്പിറന്റ്? വീണ. ഓക്കെ, വെരി ഗുഡ്. സോ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം,
ആൻസർ ചെയ്തിട്ടുണ്ട്. ദെൻ അറിയാത്ത ആളുകൾ, ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനി പറയണോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താടാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ്. ആകാശ് ക്ലിയർ ആണ്, വെരി ഗുഡ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാമല്ലോ. ക്ലിയർ ആണ്, ക്ലിയർ, ഓക്കെ ഓക്കെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. Two equal circles, each having radius 24 centimeter, intersect each other such that each passes through the center of the other. The length of the common chord is. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ഞാൻ രണ്ട് സർക്കിൾസ് വരയ്ക്കുകയാണ്. രണ്ട് സർക്കിൾസ്, ഈ രണ്ട് സർക്കിൾസും ഒന്നിന്റെ സെന്ററിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മറ്റേ സർക്കിൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെന്ററിന്റെ സർക്കിൾ രണ്ടും ഈക്വൽ റേഡിയസ് ആണ്. സോ ഈ ആദ്യം വരച്ച സർക്കിളിന്റെ സെന്റർ ആയിരുന്നു ഇവൻ. ഓക്കെ, ദെൻ രണ്ടാമത് വരച്ച സർക്കിളിന്റെ സെന്റർ ആണ് ഇവൻ. ഓക്കെ, C1 C2 എന്നുള്ള രണ്ട് സർക്കിൾസ്, രണ്ട് സെന്റേഴ്സ്. ദെൻ ഈ C1ന്റെ എബൌട്ടേജ് വരച്ച സർക്കിളാണ് ആദ്യത്തത്. ദെൻ C2 എന്നുള്ള സെന്ററിന് എബൌട്ടേജ് വരച്ചാണ് രണ്ടാമത്തെ സർക്കിൾ. ദെൻ ഈ C1ലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ സർക്കിളിന്റെ പെരിമീറ്റർ കടന്നു പോകുന്നുണ്ട്. ആൻഡ് ആൾസോ C2ലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ സർക്കിളിന്റെ പെരിമീറ്റർ കടന്നു പോകുന്നുണ്ട്. സോ ഞാൻ ഇത് രണ്ട് ഈക്വൽ റേഡിയസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം എന്തേ, ഇവിടെ ഈ രണ്ട് മീറ്റിംഗ് പോയിന്റിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്ക്, ഈ സെന്ററിൽ നിന്നും സർക്കിളിന്റെ പെരിമീറ്ററിലേക്ക് വരക്കുന്ന ഇവൻ എന്താണ്, ആക്ച്വലി ഇവൻ റേഡിയസ് ആണ് അല്ലെ, ഇവൻ റേഡിയസ് ആണ്. ഓക്കെ, ഇവൻ എന്താണ്, ഇവൻ റേഡിയസ് ആണ്. ദെൻ ഈ സെന്ററിൽ നിന്നും ഇതിന്റെ പെരിമീറ്ററിലേക്ക്, ഈ പെരിമീറ്ററിലേക്ക് വരക്കുന്നവൻ ഇവൻ എന്താണ്, ഇവനും റേഡിയസ് ആണ്. ഇനി ഈ സെന്ററിൽ നിന്നും ഇവിടേക്ക് വരക്കുന്ന ഇവൻ എന്താണ്, റേഡിയസ് ആണ്. സോ ഈ സർക്കിളിന്റെ ഈ ട്രയാങ്കിൾ, ഇങ്ങനെ ട്രയാങ്കിൾ ഫോം ചെയ്യും. ഈ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകൾ എന്താണ്, ആർ 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 എന്നുള്ളതാണ്. സോ ഇതെന്തായിരിക്കും, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ദെൻ ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. ദെൻ നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ, സോറി, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഇതിന്റെ മീഡിയൻ എന്നുള്ളത്, ഈ ഒരു മീഡിയൻ എന്നുള്ളത്, ഈ മീഡിയൻ എന്താണ്, മീഡിയൻ ലെങ്ത് √3/2a ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് പഠിച്ചു വെക്കുക. ഈ മീഡിയൻ എന്നുള്ളത് എന്താണ്, √3/2a. ഓക്കെ, ഇത് ആംഗിൾ ബൈസിത്രം കൂടെ ആയിരിക്കും കേട്ടോ. ഈ ഒരു ആംഗിളിലുള്ള ആംഗിൾ ബൈസിത്രം കൂടെ ആയിരിക്കും എന്ത്, ഇവിടെ √3/2a എന്നുള്ളത്. സോ ഇവിടെ എന്താണ്, ഞാൻ ഇവിടെ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ലൈന് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ആംഗിൾ എന്തായാലും ഇതെന്തായിരിക്കും, ഈ ലൈൻ എന്തായിരിക്കും, ഇതിന്റെ മീഡിയൻ ആയിരിക്കും, അല്ലെങ്കിൽ ആംഗിൾ ബൈസിത്രം ആയിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ്. കാരണം ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനകത്ത് മീഡിയൻ എന്നുള്ളതും ഹൈറ്റ് എന്നുള്ളതും ആൾട്ടിറ്റ്യൂഡ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് പറയാ, ആംഗിൾ ബൈസെക്ടർ, ഇതൊക്കെ എന്താണ്, സെയിം ലൈനാണ്. ആംഗിൾ ബൈസെക്ടർ ഇവരൊക്കെ എന്താണ്, ആംഗിൾ ബൈസെക്ടർ ഇവരൊക്കെ സെയിം ലൈനാണ് അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനകത്ത് ഇവരൊക്കെ സെയിം ലൈനാണ്. സോ ഈ ഒരു സൈഡ് ഈ ലൈനിന്റെ ലെങ്ത് എന്തായിരിക്കും, √3/2a. ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത ലൈൻ ഇത് 6 വരയ്ക്കുകയാണ്. ഇതെന്താണ്, 6 ആയിരിക്കും. കാരണം ഈ സെന്ററിൽ നിന്നും സർക്കിളിന്റെ പെരിമീറ്ററിലേക്കുള്ള ലൈനാണ്. ഇവിടെ ഈ സെന്ററിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ലൈൻ ഇവൻ എന്താണ്, ഇതും 6 ആണ്. ഇതും ടോട്ടൽ ഓൾറെഡി 6 ആണ്. സോ ഈ ഒരു ട്രയാങ്കിൾ എന്തായിരിക്കും, ഇതും ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. സോ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, √3/2 6 അല്ലെ. സോ ഇത്രയും ഭാഗം √3/2 6, ഇത്രയും ഭാഗം √3/2 6. സോ 2 ഇൻറ്റു നമ്മുടെ കോമൺ കോഡ് എന്താണ്, ഇവര് രണ്ട് സർക്കിൾസിന്റെ കോമൺ കോഡ് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ കടന്നു പോകുന്ന ലൈനാണ് കോമൺ കോഡ്. സോ ഈ കേസിൽ എന്താണ്, ഈ പോകുന്ന ലൈനാണ് എന്ത്, നമ്മുടെ ഈ ഒരു ലൈനാണ് എന്ത്, നമ്മുടെ കോമൺ കോഡ് എന്നുള്ളത്. ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും, ഇത്രയും ഭാഗം √3/2 6ഉം ഇത്രയും ഭാഗം √3/2 6ഉം. സോ 2 ടൈംസ് ഓഫ് √3/2 6 അല്ലെ. രണ്ടും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്, √3 6. ഇതൊരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇവിടെ രണ്ട് സർക്കിൾസ്, രണ്ട് ഈക്വൽ റേഡിയസ് ഉള്ള സർക്കിൾസ്, ഒരു സർക്കിളിന്റെ സെന്ററിലൂടെ മറ്റേ സർക്കിളിന്റെ പെരിമീറ്റർ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾ അവിടെ ഉണ്ടാകുന്ന കോമൺ കോഡ്, ഈ കോമൺ കോഡിന്റെ ലെങ്ത് എന്താണ്, കോമൺ കോഡിന്റെ ലെങ്ത് AB. സോ ഈ AB യുടെ ലെങ്ത് എന്താണ്, √3 6 ആണെന്നുള്ള മനസ്സിലാക്കുക. ഇവിടെ ഈ √3 6 ആണ്. ഈ 6 എന്താണ്, 6 എന്നുള്ളത് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, സർക്കിളിന്റെ റേഡിയസ് ആണ് 6. സോ ഇവിടെ ഈ ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ, ഈ √3 6 എന്നുള്ളത് നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിട്ട് അറിയാന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ട്ലി
ഇക്വേഷൻ എഴുതാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. എന്താണ് റേഡിയസ് 24 ആണ്. സോ ആൻസർ എന്തായിരിക്കും 24√3. ഓക്കെ, ക്ലിയർ ആണല്ലോ? 24√3. അപ്പൊ ഈ ഇക്വേഷൻ എഴുതി വെക്കുക. അറിയാത്ത ആളുകൾ ഇക്വേഷൻ എഴുതി വെക്കുക. എന്താണ് അറിയാലോ? ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാന്നുണ്ടെങ്കിൽ ഇത് വിത്തിൻ നോ ടൈം, 1 സെക്കൻഡ് 2 സെക്കൻഡ് സമയം ആവശ്യമുള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യാൻ ആൻസർ പിക്ക് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഇവിടെ നിന്ന് സമയം വേസ്റ്റ് ചെയ്യരുത്. സോ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ AB and C are the points on a circle in such a manner that chord AB and AC makes an angle 90 and 110. Okay, ഒരു സർക്കിള് AB and AC makes an angle 90 and 110. ഓക്കെ, ഞാൻ ഇവിടെ ഒരു A എന്നുള്ള പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, A എന്നുള്ള പോയിന്റ് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി ഇവിടെ നോക്കടാ. ഒരു സർക്കിളിനകത്ത് എനിക്ക് 90 ഡിഗ്രി അറിയുമ്പോൾ ജസ്റ്റ് 1/4 പാർട്ട് ആണ് അല്ലേ? കാരണം 360 ഡിഗ്രി ആണ് എന്ത് ഒരു ഫുൾ സർക്കിൾ. സോ അതിന്റെ 1/4 ആണ് 90 ഡിഗ്രി. സോ ഇവിടെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം എന്ത് വരും? ഇവിടെ ആയിരിക്കും നമ്മുടെ, ഇവിടെ സെന്റർ ഉണ്ടെങ്കിൽ ഏകദേശം ഇവിടെ വരും ഡി എന്നുള്ളത്. കാരണം കോൺ AB ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? AB എന്നുള്ള കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എക്സാക്ട്ലി എന്താണ്? 90 ഡിഗ്രിയാണ്. സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എക്സാക്ട്ലി 90 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? ദെൻ AB വരച്ചു. ദെൻ അടുത്ത എന്താണ്? AB ഉണ്ടാക്കുന്ന ആംഗിൾ 110 AC ഉണ്ടാക്കുന്ന AB ഉണ്ടാക്കുന്ന ആംഗിൾ 90 AC ഉണ്ടാക്കുന്ന ആംഗിൾ 110 ആണ് റെസ്പെക്റ്റീവ്ലി വിത്ത് സെന്റർ O ആൻഡ് കോൺ BAC. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. കോൺ BAC ഗ്രേറ്റർ ദാൻ കോൺ BAO. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? നമ്മുടെ സെന്റർ ആണ് എന്ത് സെന്റർ O അല്ലെ? സോ ഇവൻ എന്താണ്? ഇവൻ സെന്റർ ആണ്, സെന്റർ O. ഓക്കെ, ഇനി BAC ഉണ്ട്, BAO ഉണ്ട്. എനിക്ക് C വേണമെങ്കിൽ ഒന്നിക്ക് ഇവിടെ വരക്കാം. കാരണം എന്താണ്? ഇവിടെ AO എന്നുള്ള AC എന്നുള്ള ഇവിടെ എനിക്ക് ഇൻകേസ് ഞാൻ ഇവിടെയാണ് C എടുത്തതെന്നുണ്ടെങ്കിൽ, ഇവിടെ C എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? AC എന്നുള്ള കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇത് ഓൾറെഡി ഇത്രയും ഭാഗം 90 ഉണ്ടെങ്കിൽ 110 എടുക്കുക, ഇവിടുത്തെ 20 കൂടെ എടുത്താൽ മതി അല്ലേ? അപ്പോ ഇവിടെ 20 കിട്ടും, ടോട്ടൽ 110 കിട്ടും, 90യും 20യും. സോ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ലൈൻ കൂടെ വരച്ചാൽ എനിക്ക് എന്ത് കിട്ടും? AC എന്നുള്ള കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 110 കിട്ടും. പക്ഷേ ഇവിടെ കണ്ടീഷൻ എന്താണ്? കോൺ BAC. ഇപ്പൊ ഞാൻ ഇവിടെയാണ് C എടുത്തുന്നുണ്ടെങ്കിൽ കോൺ BAC എങ്ങനെ പോകും? ഈ രീതിയിലുണ്ടാവുക അല്ലെ? കോൺ BAC ഗ്രേറ്റർ ദാൻ BAO. ഒരു കാരണവശാലും ഇത് വരില്ല. കാരണം എന്താണ്? കോൺ BAC എന്നുള്ള ഇത്രേ വരുന്നുള്ളൂ. പക്ഷെ BAO എന്തുണ്ട്? ഇതിനേക്കാളും കൂടുതലായിട്ടുണ്ട്. സോ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്ത്? C എന്നുള്ള പോയിന്റ് സർക്കിളിന്റെ ഈ ഒരു സൈഡിലല്ല, പകരം എന്താണ്? ഇവിടെയാണ് അല്ലെ? ഏകദേശം ഇവിടെ വരും. കാരണം എന്താ? ഇത്രയും ഭാഗം 90 ഉണ്ടാവും, ദെൻ അതിനേക്കാളും കുറച്ച് കൂടുതൽ. സോ ഇവിടെ എന്ത് ചെയ്തു? C എന്നുള്ള പോയിന്റ് ഫിക്സ് ചെയ്തു. ദെൻ AC എന്നുള്ള കോഡ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണിത്. സോ ഈ ഒരു ആംഗിൾ എന്താണ്? ഈ ഒരു ആംഗിൾ ടോട്ടല് 110 ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗം 110 ആണ്. ചോദിച്ചാൽ എന്താ? ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോൺ BAC എന്നുള്ളതാണ്. കോൺ BAC അല്ലെ? കോൺ BAC യുടെ വാല്യൂ ആണ് ചോദിച്ചത്. നമുക്കറിയാം ഇത്രയും ഭാഗം 90, ഇത്രയും ഭാഗം 110. ദെൻ ടോട്ടൽ എന്താണ്? 110 പ്ലസ് 90 അറിയുമ്പോൾ 200 ആയി അല്ലെ? 110 പ്ലസ് 90 എന്ന് പറയുമ്പോൾ എന്തായി? 200 ആയി. ക്ലിയർ അല്ലേ? സോ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് ഓക്ക് ചുറ്റുണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ എന്താണ്? 360 ആണ്. സോ ഇത്രയും ഭാഗം എന്തായിരിക്കും? കോൺ BOC എന്ന് എന്തായിരിക്കും? 360 മൈനസ് എന്താണ്? 200 എന്ന് പറയുമ്പോൾ ആൻസർ എന്താ? 160 ആണ് അല്ലെ? 160 ഡിഗ്രിയാണ് എന്ത്? കോൺ BOC എന്നുള്ളത്. ഒരു സർക്കിളിനകത്ത് ഒരു കോഡ് ഉണ്ടാക്കുന്ന ആംഗിള്, ഒരു ഈ AB എന്നുള്ള കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള്, അതിന്റെ ഹാഫ് ആയിരിക്കും ഈ AB എന്നുള്ള കോഡ് ഓപ്പോസിറ്റ് സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ. ഇൻ കേസ് ഇവൻ 2θ ആണെങ്കിൽ ഇവൻ എന്തായിരിക്കും? ഇവൻ θ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും ഈ സെയിം കോഡ് ഓപ്പോസിറ്റ് സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ. സോ ഇവിടെ BC എന്നുള്ള ഒരു കോഡ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ BC എന്നുള്ള കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? BOC. അതിന്റെ ആംഗിൾ എന്താ? അതിന്റെ വാല്യൂ എന്താണ്? 160 ഡിഗ്രിയാണ് അല്ലെ? സോ ഈ BC എന്നുള്ള സെയിം കോഡ് ഓപ്പോസിറ്റ് സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്ത്? BAC. സോ ഈ ആംഗിൾ എന്തായിരിക്കും? 160/2 അല്ലെ? 160/2 ആംഗിൾ എന്താണ്? 80 ഡിഗ്രി. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ക്ലിയർ ആണല്ലോ? ഓക്കെ, ആനന്ദ്, ആകാശ്, ദെൻ വിഷ്ണു, ഗോപിക, വീണ, ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഈ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക, ഈ തിയറീസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ഹാളിനകത്ത് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Then next question. Find the degree measure of the angle subtended at the degree measure ആണ് ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. Degree measure of the angle subtended at the center of a circle of radius. Radius എന്താണ്? Radius 100 ആണ്. And arc of length. Arc length എന്താണ്? L 22. Okay. So നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ L is equal to R theta എന്നുള്ളതാണ്. ഇവിടെ L എന്താണ്? L ആർക്ക് ലെങ്ത്, L ആർക്ക് ലെങ്ത്, R എന്ന് പറഞ്ഞാൽ റേഡിയസ്. ഓക്കെ, R റേഡിയസ്, തീറ്റ ആംഗിൾ ആണ്. പക്ഷെ ഈ ആംഗിൾ എന്തായിരിക്കണം? തീറ്റ ആംഗിൾ ഇൻ റേഡിയൻ ആയിരിക്കണം. ഓക്കെ, തീറ്റ ആംഗിൾ ഇൻ റേഡിയൻ ആയിരിക്കണം. ഈ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനകത്തുള്ള തീറ്റ നിങ്ങൾ എപ്പോഴും കൊടുക്കുന്ന ആംഗിൾ എന്തായിരിക്കണം? അത് റേഡിയൻ മെഷറിലായിരിക്കണം. ഓക്കെ, ആ ഒറ്റ കണ്ടീഷൻ ഇവിടെ ഓർക്കേണ്ടതുള്ളൂ. ദെൻ അടുത്ത എന്താണ്? ഇവിടെ നമുക്ക് ഇക്വേഷൻ പ്രകാരം പോയി കഴിഞ്ഞാൽ എന്താണ്? L ആർക്ക് ലെങ്ത് എന്താണ്? L is equal to 22 തന്നിട്ടുണ്ട്. ദെൻ R റേഡിയസ് is equal to 100 ആണ്. കാണേണ്ടതാണ് തീറ്റ ആണ് അല്ലെ? സോ തീറ്റ എന്തായിരിക്കും? തീറ്റ is equal to L divided by R ആണ്. സോ L എന്താ? L എന്ന് പറയുമ്പോൾ 22 divided by R എന്ന് പറയുമ്പോൾ 100. ഓക്കെ, ദെൻ 22 by 100 എന്ന് പറയുമ്പോൾ എന്താണ്? 11 divided by 50. ഇത്രയാണിത് തീറ്റ അല്ലെ? ഇതെന്താണ്? ഇത് റേഡിയനിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ആംഗിൾ ഇവിടെ കൊടുക്കുന്ന ആംഗിൾ എന്താണ്? തീറ്റയാണ്. സോ ഇവിടെ കിട്ടിയ ഈ തീറ്റ 11/50 എന്നാണ്. ഇത് റേഡിയനിലാണ്. സോ ഇതിനെ ഞാൻ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം എനിക്ക് വേണ്ട എന്താണ്? ഡിഗ്രി മെഷറിലാണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 11/50 അല്ലെ? ഈ ഇക്വേഷനകത്ത് കിട്ടുന്നത്, ഇക്വേഷനകത്ത് നമ്മൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇത് റേഡിയൻ മെഷർ കൊടുക്കണം. ഇവിടെ നിന്ന് എനിക്ക് കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? അത് റേഡിയൻ മെഷർ തന്നെ ആയിരിക്കും. കാരണം ഈ ഇക്വേഷനകത്ത് റേഡിയൻ മെഷറേ ഉള്ളൂ അല്ലെ? സോ ഇവിടെ എന്തായിരിക്കും? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 180/π അല്ലെ? 180/π. ഈ പൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പൈ എന്ന് പറയുമ്പോൾ 22/7 ആണ് കേട്ടോ. പൈ എന്ന് പറഞ്ഞാൽ 22/7, 3.14 ആണ്. പക്ഷെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും കാൽക്കുലേഷൻ ഒക്കെ ഈസി ആക്കാൻ 22/7 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ കൊടുക്കുന്നത്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു? ഈ പൈനെ മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഈ പൈനെ മാറ്റിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 22 divided by 7 എന്ന് എഴുതി. ഓക്കെ, 22 divided by 7 എന്ന് എഴുതി. ഓക്കെ, ഈ 11ഉം 22ഉം കട്ട് ചെയ്ത് പോയി, ബാക്കി ഇവിടെ 2 ആയി മാറി. ദെൻ 5 ഇവിടെ പോയി 18 ആയി. ദെൻ ഈ 2ഉം ഇവിടെ എന്ത് ചെയ്തു? 9 ആയി മാറി. ഓക്കെ, ദെൻ ഇവിടെ ഡിവൈഡഡ് ബൈ 7 എന്തായി മാറും? മുകളിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 7 ആവും. സോ 63/5. ഓക്കെ, ആൻസർ എന്താണ്? 63/5 ആണ്. ഓക്കെ, ഇനി 63/5 ആണ്. പക്ഷെ ആൻസർ ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഈ ഡിഗ്രി മിനിറ്റ് റേഷ്യോയിലുള്ളത്. സോ ഇവിടെ നോക്കുക, ഈ 63/5 എന്താണ്? ഇതെന്താണ്? 63/5 എന്ന് പറയുമ്പോൾ 63/5 വാല്യൂ എന്താ? 12 ഡിഗ്രി ഉണ്ടാവും. ദെൻ ബാക്കി എന്തുണ്ടാവും? 12, ബാക്കി ഒരു ഫ്രാക്ഷൻ ഉണ്ട്. 12 5 60, ബാക്കി എന്തുണ്ടാവും? 3/5 എന്നുണ്ടാവും അല്ലെ? സോ ഈ 3/5നെ എനിക്ക് മിനിറ്റിലേക്ക്, അതായത് ഡിഗ്രി കഴിഞ്ഞ പിന്നെ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് ആണ്. ഓക്കെ, 60 മിനിറ്റ് ആണ്. ഇവിടെ നമ്മൾ മിനിറ്റിലും കൂടെ എഴുതിയിട്ടുണ്ട് അല്ലെ? 36 മിനിറ്റ് ഒക്കെ എന്ത് 36 മിനിറ്റ് എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എല്ലാം ഈ മിനിറ്റിന്റെ പാർട്ട് എല്ലാം എന്താണ്? ഈക്വൽ ആണ്. 36. സോ ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. ആൻസർ ഇവിടെ എന്തായിരിക്കും? 12 ഡിഗ്രി 36 മിനിറ്റ് ആയിരിക്കും ആൻസർ അല്ലെ? 12 ഡിഗ്രി 36 മിനിറ്റ് ആയിരിക്കും ആൻസർ. കാരണം ഇവിടെ മിനിറ്റിന്റെ ഭാഗത്ത് എന്തില്ല? ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ ആകെ 12ന്റെ ഭാഗത്ത് ഇവിടെ 62 ആയി, 22 ആയി, 2 ആയി, ദെൻ 12 ആയി അല്ലെ? സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനി അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ പറഞ്ഞ 3/5 അല്ലെ? 3/5 ഇൻറ്റു നമ്മൾ പറയാ ഒരു ഡിഗ്രി എന്താണ്? 60 മിനിറ്റ് ആണ് അല്ലെ? സോ ഇത് ചെയ്താൽ മതി. ഇവിടെ എന്തിട്ടും 60/5 12. സോ 12 ഇൻറ്റു 3 എന്താണ്? 36 മിനിറ്റ്. ഓക്കെ, സോ 3/5 ഡിഗ്രി എന്താണ്? 3/5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 36 മിനിറ്റ് ആണ്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലടാ? ഓക്കെ, 12 ഡിഗ്രി 36 മിനിറ്റ് ആണ് എന്ത് നമ്മുടെ ആൻസർ വരുന്നത്. Then next question. അടുത്ത ക്വസ്റ്റ്യൻ. A circle of radius 10 cm has xy and pq parallel chords of radius parallel chord. അതായത് xy ന്റെ ലെങ്ത്, xy എന്നുള്ള കോഡിന്റെ ലെങ്ത് 12 സെന്റിമീറ്ററും pq എന്നുള്ള കോഡിന്റെ ലെങ്ത് 16 സെന്റിമീറ്ററും ആയിരിക്കും. Both chords are at opposite from the ഇവിടെ സർക്കിൾ റേഡിയസ് എന്താ? റേഡിയസ് 10 ആണ്. സോ ഡയമീറ്റർ എന്താണ്? 20 ആണ് അല്ലെ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ്സ്. ഇവിടെ ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 12 + 16 എന്ന് പറയുമ്പോൾ 28 പേര് എന്താണ്? ഓപ്ഷൻ ഡി. ഓക്കെ, ഇത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിത്തിൻ നോ ടൈം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ദെൻ
ഇവിടെ വരുന്ന തിയറി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓപ്ഷൻ 14 ആണ്. നീ ഇവിടെ 12 + 16 ഡിവൈഡ് ബൈ 2 ഇതാണ് ഞാൻ ചെയ്തത്. 12 + 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് 28/2 എന്താണ് 14 ആണ് അല്ലെ. ഇത്ര ഇവിടെ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു സർക്കിളിലെ ഡയമീറ്റർ എന്താണ്? സർക്കിളിലെ ഡയമീറ്റർ ഇവിടെ റേഡിയസ് 10 ആണ് അല്ലെ. റേഡിയസ് 10 ആണ്. സോ ഡയമീറ്റർ എന്താണ്? ഡയമീറ്റർ എന്നുള്ളത് 20 ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഒരു പാരലൽ കോഡ് 12 സെന്റിമീറ്റർ അല്ലെ. സോ ഇവിടെ ഒരു കോഡ് XY എന്നുള്ളൊരു കോഡ് ഉണ്ട്. XY എന്നുള്ള കോഡിന്റെ ലെങ്ത് എന്താണ്? 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോ ഇവൻ ഇവിടെ 6 വരും, ഇവിടെ 6 വരും. ഓക്കെ, സെൻട്രലിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ എന്തായിരിക്കും? സെൻട്രലിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ ഇവിടെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ആൻഡ് ആൾസോ ഇത് എന്താ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. സോ 6 6. ഓക്കെ, 6 ഇവിടെ ഉണ്ടാവും, 6 ഇവിടെ ഉണ്ടാവും. ദെൻ ഇവിടെ റേഡിയസ് എന്താണ്? റേഡിയസ് നമുക്കറിയാം, റേഡിയസ് 10 ആണ്. സോ ഇതെന്താ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്താണ്? 10 ആണ്. സോ ഇവിടെ എന്താണ്? ഇവിടെ 8 ആയിരിക്കും. കാരണം 6 8 10 എന്നാണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ദെൻ അടുത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു കോഡ് ഉണ്ട്. അതിന്റെ ലെങ്ത് എന്താണ്? 16 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇവിടെ 16 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? 16നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 8 8 എന്തുണ്ടാവും? ഒരു ബൈസെക്ഷൻ ഉണ്ടാവും. ദെൻ ഈ കോഡ് എന്തായിരിക്കും? ഈ ഒരു ലൈന് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സെന്ററിൽ നിന്നും ഇതിന്റെ കോഡിന്റെ കോഡിന്റെ സെന്ററിലേക്ക് വരയ്ക്കും. സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിന്റെ സെന്ററിലേക്ക് വരയ്ക്കുന്ന ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ ഇവിടെ 8 ആണ്. സോ റേഡിയസ് എന്താണ്? സെയിം സർക്കിൾ ആയതുകൊണ്ട് ഇവിടെയും 10 ആണ്. സോ ഈ ലെങ്ത് എന്തായിരിക്കും? ഇവിടെ 6 ആയിരിക്കും അല്ലെ. സോ ഇതിന്റെ സെന്റർ ഈ രണ്ട് കോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? ഇവിടെ 8ഉം ഇവിടെ 6ഉം. 8 + 6 എന്താണ്? 8 + 6 = എന്താണ്? 14 ആണ് അല്ലെ. 8 + 6 = 14 ആണ്. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 20 ആണ്. ഒരു കോഡിന്റെ ലെങ്ത് എന്താണ്? കോഡിന്റെ ലെങ്ത് ഫസ്റ്റത്തെ കോഡിൽ L1 എന്നുള്ള കോഡാണെങ്കിൽ അതിന്റെ ലെങ്ത് 12ഉം L2 എന്നുള്ള കോഡ് എന്താണ്? L2 എന്നുള്ള കോഡ് 16 ആണ് അല്ലെ. സോ ഇതൊക്കെ എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്താണ് ഇത്? 4 × 5 ആണ്. ഇത് 4 × 3 ആണ്. ഇതെന്താണ്? 4 × 4 ആണ് അല്ലെ. സോ ഈ 3 4 5 എന്താടാ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലോ അല്ലെ. ഡയമീറ്ററും ഈ രണ്ട് കോഡുകളും തമ്മിൽ എന്താണ്? ഈ ഡയമീറ്ററും ഈ രണ്ട് കോഡുകളും, ഡയമീറ്റർ ഇവിടെ മനസ്സിലാക്കണം. പലപ്പോഴും ക്വസ്റ്റ്യൻ അത് വരുന്നത് റേഡിയസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഡയമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഡയമീറ്ററും ഈ തന്നിരിക്കുന്ന രണ്ട് കോഡുകളും തമ്മിൽ ട്രിപ്ലെറ്റുകൾ ആണെങ്കിൽ, ഇവര് ട്രിപ്ലെറ്റുകൾ ആണെങ്കിൽ, ഓക്കെ, ഇവർ ട്രിപ്ലെറ്റുകൾ ആണെങ്കിൽ നിങ്ങൾ സെയിം സൈഡ് ആണെങ്കിൽ, ഈ രണ്ട് കോഡുകൾ L1 L2 സെയിം സൈഡ് ആണെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി കോഡ്സ് സെയിം സൈഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോഡ്സ് നിങ്ങൾ എത്ര ചെയ്യേണ്ടതുള്ളൂ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോഡ്സ് L2 - L1/2. ഓക്കെ, ഇൻ കേസ് രണ്ടും ഓപ്പോസിറ്റ് സൈഡുകളാണെങ്കിൽ, രണ്ട് കോഡുകളും തമ്മിൽ ഓപ്പോസിറ്റ് സൈഡുകളാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോഡ്സ് എന്നുള്ള എത്ര ചെയ്യേണ്ടുള്ളൂ? നിങ്ങൾ L1 + L2/2. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് എഴുതി വെക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ നേരത്തെ അപ്ലൈ ചെയ്ത് എന്താണ്? ഇതാണ്. ഇവിടെ എനിക്കറിയാം ക്വസ്റ്റ്യൻ തന്നു ഓപ്പോസിറ്റ് സൈഡ് ആണെന്നുള്ളത്. സോ ഈ മൂന്നെണ്ണം ഡയമീറ്റർ, ദെൻ നമ്മുടെ രണ്ട് കോഡുകൾ L1 L2, ഇത് മൂന്നും എന്താണ്? ട്രിപ്ലെറ്റുകളാണ് ഫോം ചെയ്യുന്നത്. സോ ട്രിപ്ലെറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? L1 + L2/2 അല്ലെ. L1 + L2/2 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ L1 L2 എന്താണ്? 12ഉം 16ഉം അല്ലെ. 12 + 16/2. ഓക്കെ, വിത്തിൻ നോ ടൈം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ആകെ ഈ കണ്ടീഷൻ മറക്കരുത്, ഇവരെന്തായിരിക്കണം? ട്രിപ്ലെറ്റ് ആയിരിക്കണം. വെറുതെ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യരുത്. ട്രിപ്ലെറ്റ് ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, അതല്ലാത്ത കേസുകളും ക്വസ്റ്റിനകത്ത് കാണാറുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത് ട്രിപ്ലെറ്റ് ആണെന്ന് ഉറപ്പ് ചെയ്താൽ, ട്രിപ്ലെറ്റ് ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ സെയിം സൈഡ് ആണെങ്കിൽ ഇവിടെ L1 - L2, അത് ആരാണോ വലുത് അയാളിൽ നിന്നും ചെറുത് മൈനസ് ചെയ്യുക, /2. ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുക, /2. ക്ലിയർ ആണോ? ഷോർട്ട് കട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ PBC = ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇൻ ദ ഗിവൺ ഫിഗർ PBC = PB ഇവിടെ 20 തന്നിട്ടുണ്ട്. PB 20 ആണ്. ആൻഡ് OA
OA is equal to 15. OA is equal to 15 ആണ്. Then find the shortest distance between the circle and P. അതായത് ഈ ഒരു CP എന്നുള്ളത് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് CP എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണ് CP ആണ്. അവിടെ ഇവിടെ നോക്ക്, ഇവൻ 15 ആണെങ്കിൽ ഇവനും 15 അല്ലേ. ഇനി അടുത്ത എന്താ എനിക്ക് വേണ്ടത്, ഇവിടെ സർക്കിളിന്റെ റേഡിയസ് 15 ആണ്, അതുപോലെ തന്നെ ഒരു കോഡ് എന്താണ് 20 ആണ്. സോ ഇതെന്താണ് ഈ ഒരു ട്രയാങ്കിൾ എന്താണ്, ഇത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ അല്ലെ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, കാരണം ഒരു റേഡിയസും ഒരു ടാൻജന്റും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. സോ അതെന്താണ്, ഇവൻ 5x3 ആണ്, ഇതെന്താണ് 5x4 സോ ഇത് 3 വന്നു, ഇവിടെ 4 വന്നു. സോ അടുത്ത് എന്തായിരിക്കണം, ഈ OP എന്നുള്ളത്, OPന്റെ ലെങ്ത് എന്തായിരിക്കണം 5x5 എന്ന് പറയുമ്പോൾ എന്താണ് 25 ആയിരിക്കണം. എന്ത് OP എന്നുള്ളത് ക്ലിയർ അല്ലേ, OP എന്നുള്ളത് 25 ആയിരിക്കണം. സോ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് എന്താണ്, ഇവൻ 25 ആയിരിക്കണം. ക്ലിയർ അല്ലേ. ഇതിനകത്ത് ഇത്രയും ഭാഗം, സോ ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ലൈനിന്റെ ലെങ്ത് ആണ് എനിക്ക് വേണ്ടത്, ഇതിനകത്തുള്ള ലെങ്ത് ആണ് വേണ്ടത്. ദെൻ ഇതിനകത്ത് ഇങ്ങനെ സെക്ഷൻ ഉണ്ട്. സോ ഇത്രയും ഭാഗം എന്താണ്, നമ്മുടെ റേഡിയസ് 15. ദെൻ ഇത്രയും ടോട്ടൽ ഭാഗം എന്താണ്, ടോട്ടൽ ഭാഗം ഞാൻ ഇവിടെ കണ്ടു 25 അല്ലെ. സോ ഇത്രയും ഭാഗം ടോട്ടൽ 25 ആണ്. സോ ഈ ഒരു സെക്ഷൻ എന്തായിരിക്കും, ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ 25 - 15 എന്തായിരിക്കും ആൻസർ 10 അല്ലെ. സോ CPയുടെ സെക്ഷൻ എന്താ, CP എന്നുള്ള ലെങ്ത് എന്താണ് 10 ആണ്. സോ ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അവിടെ 25 അല്ല വരുന്നത്. 25 എന്താണ്, 25 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. സെൻട്രലിൽ നിന്നും സർക്കിളിന്റെ ഈ പറഞ്ഞ P എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സർക്കിൾ ആൻഡ് P എന്നുള്ളതാണ്. സർക്കിളിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, സർക്കിളിന്റെ ഭാഗം എന്താണ്, ഈ പറഞ്ഞ പെരിമീറ്ററിന്റെ ഭാഗങ്ങളാണ്. സെന്റർ ആണ് O, പക്ഷെ സെൻട്രൽ ചോദിച്ചത് സർക്കിളും ഈ P തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഇതിനകത്ത് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിലോ നമുക്ക് ഈ ഒരു പോയിന്റ് കാണേണ്ടി വരും, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഡയമീറ്ററിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് കാണേണ്ടി വരും. സോ എന്താണ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 10 ആണ്. ഇനി ഏറ്റവും ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ 10 ഉണ്ടാവും, പിന്നെ 2 15 ഉണ്ടാവും അല്ലെ. 30 10 40 ഉണ്ടാവും. ക്ലിയർ അല്ലേ. സോ ഇതിന്റെ ആ ക്വസ്റ്റിന്റെ ഡിഫറെന്റ് വെറൈറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റിന്റെ ആലോചിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ AB is the diameter in the circle, AP is the tangent. ഓക്കെ, AB എന്നുള്ള എന്താണ്, AB എന്നുള്ളത് ഒരു ഡയമീറ്റർ ആണ്, AP എന്നുള്ളൊരു ടാൻജന്റ് ആണ്. ദെൻ എക്സ്റ്റെൻഡഡ് BC ടാൻജന്റ് അറ്റ് P. ഓക്കെ, ടാൻജന്റിനെ ഈ BC എന്നുള്ള ലൈൻ ടാൻജന്റിനെ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, C എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, P എന്നുള്ള പോയിന്റ് ഉണ്ട്, ഇവിടെ A ഉണ്ട്, ഇവിടെ Q ഉണ്ട്. ഓക്കെ, ദെൻ ചോദിച്ചെന്താ BPQ എന്നുള്ളതാണ്. സോ BPQ. ഓക്കെ, ഈ ഒരു ആംഗിൾ ആണ് എനിക്ക് വേണ്ടത്, BPQ എന്നുള്ള ആംഗിൾ ആണ് എനിക്ക് വേണ്ടത്. ദെൻ ഇവിടെ നോക്കുക, ഞാൻ ഈ സർക്കിൾ, ഇത് ചെറുതായി പോയോ, ഫിഗർ ക്ലിയർ അല്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇവിടെ O എന്നുള്ള പോയിന്റ് ഉണ്ട്, ഇത് O, ഇത് B, ഇവിടെ A, ഇത് P, ഇത് Q, ഈ ഒരു പോയിന്റ് C. ഈ ഒരു ആംഗിൾ 36. ഓക്കെ, ഈ ഒരു ആംഗിൾ ആണ് 36. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് BPQ, ഈ കോണാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കോണാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയാം, ഇവൻ ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ശരത് ഓക്കെ ആണ്. ഓക്കെ, BP ഇവിടെ നമുക്കറിയാം, ഈ ഒരു കോഡ് AC എന്നുള്ളൊരു കൺസെപ്റ്റൽ കോഡ്, ഞാൻ ഇങ്ങനെ കോഡ് ഞാൻ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യാണ്. ഈ AC എന്നുള്ള കോഡ് സെന്ററുമായിട്ട്, O എന്നുള്ള സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 36. ദെൻ ഈ AC എന്നുള്ള കോഡ് ഓപ്പോസിറ്റ് സെഗ്മെന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇവൻ എന്തായിരിക്കും, ഈ ഒരു ആംഗിൾ കോൺ ABC എന്തായിരിക്കും, 18 ആയിരിക്കും അല്ലെ. കോൺ ABC എന്തായിരിക്കും, കോൺ ABC 18 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ. ABCയുടെ വാല്യൂ, കോൺ ABC എന്നുള്ളത് 18 ഡിഗ്രി, കാരണം 36/2 ആണ് എന്ത് 18. ക്ലിയർ അല്ലേ. ദെൻ ഇവിടെ നോക്കുക, ചോദിച്ചത് എന്താണ് അടുത്ത്, ദെൻ ഈ ഒരു ആംഗിൾ എന്താ,
ഇവിടെ ഈ എ ബി എന്നുള്ള ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഇത് നമ്മൾ ടാൻജന്റ് എ പിയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? ഇവൻ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ അതിന് ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുന്നത് നിങ്ങൾക്ക് ആംഗിൾസ് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബി എനിക്ക് കിട്ടി 18. ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്. സോ ഇവിടെ പി എന്നുള്ള പോയിന്റ് ഉണ്ട്. ദെൻ ഇവിടെ എന്തുണ്ട്? ക്യൂ ഉണ്ട്. നിങ്ങൾ കാണേണ്ടത് ഈ പറഞ്ഞ ആംഗിൾ ആണ്. ഇവിടെ 18 കിട്ടി, ഇവിടെ 90 കിട്ടി. സോ ഈ ട്രയാങ്കിൾ എ ബി പിയുടെ പി എന്നുള്ള പോയിന്റിലുള്ള പി എന്നുള്ള വെർട്ടിക്സിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ ആണ് ആര്? കോൺ ബി പി ക്യൂ അല്ലെ? സോ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്താണ്? അതർ ടു സം ഓഫ് ഇന്റേണൽ ആംഗിൾസ്. സോ ഇവിടെ എന്തായിരിക്കും? ഈ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ 18 പ്ലസ് ഇവിടുത്തെ 90 അല്ലെ? 18 പ്ലസ് 90 എന്താണ്? 108 ആണ് അല്ലെ? കാരണം എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്താണ്? ട്രയാങ്കിളിന്റെ അകത്തുള്ള എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ സം ഓഫ് അതർ ടു ഇന്റേണൽ ആംഗിൾസ് അല്ലെ? സം ഓഫ് അതർ ടു ഇന്റേണൽ ആംഗിൾസ്. ക്ലിയർ അല്ലേ? സം ഓഫ് അതർ ടു ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂസിന് ഈക്വൽ ആണ് ആര്? നമ്മുടെ എക്സ്റ്റേണൽ ആംഗിൾ. സോ ട്രയാങ്കിൾ എ ബി പിയുടെ പി എന്നുള്ള വെർട്ടെക്സിലുള്ള എക്സ്റ്റേണൽ ആംഗിൾ ആണ് ആര്? കോൺ ബി പി ക്യൂ. സോ ഈ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ അതർ ടു ഇന്റേണൽ ആംഗിൾസ്, ഈ ആംഗിളും ഈ ആംഗിളും ആണ് അതർ ടു ഇന്റേണൽ ആംഗിൾസ് അല്ലെ? സോ 18ന്റെയും 90ന്റെയും സം ആയിരിക്കും. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? Then next question. Each interior angle of a regular polygon measures 168. Okay. Interior angle value ആണ് 168. How many sides does a polygon have? ഇവിടെ നോക്കുക, നമുക്കറിയാം ഒരു പെയർ ഇന്റേണൽ ആംഗിളും എക്സ്റ്റേണൽ ആംഗിളും, ഈ ഇന്റേണൽ ആംഗിളിന്റെയും എക്സ്റ്റേണൽ ആംഗിളിന്റെയും ഒരു പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലീനിയർ പെയർ ആയിരിക്കും. സോ സം ഓഫ് ഇന്റേണൽ ആംഗിൾ പ്ലസ് എക്സ്റ്റേണൽ ആംഗിൾ, ഇന്റേണൽ ആംഗിളിന്റെയും എക്സ്റ്റേണൽ ആംഗിളിന്റെയും വാല്യൂ എന്തായിരിക്കും? ഒരു ഇന്റേണൽ ആംഗിളിന്റെയും ഒരു എക്സ്റ്റേണൽ ആംഗിളിന്റെയും വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുക എന്നുള്ളതാണ്. കാരണം എന്താണ്? അത് രണ്ടും കൂടി ലീനിയർ പെയർ ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നോക്കുക, ഒരു ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറയുമ്പോൾ 160 ഡിഗ്രി 168 ആണ്. സോ ഈ ഇന്റീരിയർ ആംഗിൾ ഇവൻ എന്താണ്? ഇവൻ നമുക്ക് 168 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ സം 180 ഡിഗ്രി കിട്ടണമെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 180 മൈനസ് 168 എന്ന് പറയുമ്പോൾ 12 ഡിഗ്രി ആയിരിക്കും. എന്ത്? 12 ഡിഗ്രി ആയിരിക്കും ഒരു എക്സ്റ്റേണൽ ആംഗിൾ. ഇനി ഏതൊരു പോളിഗണും സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് എന്താണ്? സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് 360 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ നമ്പർ ഓഫ് ഇതെന്താണ്? റെഗുലർ പോളിഗൺ. ജസ്റ്റ് മനസ്സിലാക്കണേ, ഇത് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലർ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, ജസ്റ്റ് പോളിഗൺ എന്ന് പറഞ്ഞാൽ ആംഗിൾസും സൈഡുകളും തമ്മിൽ റിലേഷൻ ഉണ്ടാവില്ല. ആംഗിൾ എന്തോ ആയിരിക്കാം, അതുപോലെ തന്നെ സൈഡുകളും എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരു പോളിഗന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു പോളിഗന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. സോ ഒരു എക്സ്റ്റേണൽ ആംഗിൾ 360 ഡിഗ്രി ആണ്. സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഒരു എക്സ്റ്റേണൽ ആംഗിൾ 12 ഡിഗ്രി ആണ്. സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് 360 ഡിഗ്രി ആണെങ്കിൽ ഈച്ച് എക്സ്റ്റേണൽ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ നമ്പർ ഓഫ് ആംഗിൾസ് നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണ്. ഈച്ച് എക്സ്റ്റേണൽ ആംഗിൾ 12 ഡിഗ്രി ആണ്. ദെൻ സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾ 360 ഡിഗ്രി ആണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസും നമ്പർ ഓഫ് ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എന്തായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 1 അല്ലെ? ടോട്ടൽ 360, 1 12. സോ ടോട്ടൽ ഡിവൈഡ് ബൈ ഈച്ച് എന്തായാലും 12 എന്ന് പറയുമ്പോൾ എന്താണ്? 30 സൈഡ്സ് അല്ലെ? 30 സൈഡ്സ് ആയിരിക്കും അല്ലെ? ഓപ്ഷൻ സി. ക്ലിയർ ആണോ? 30 സൈഡ്സ് ആയിരിക്കും അല്ലെ? സമ്മ് 360 ആണ്, ഓരോന്നും 12 ആണ്. സോ അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് എന്തുണ്ടാവും? 12 വെച്ചിട്ട് ടോട്ടൽ 360 കിട്ടണം. സോ ഓരോന്നും 12 ആണെങ്കിൽ 360 ഡിവൈഡ് ബൈ 12 കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് കിട്ടും അല്ലേ? സോ നമുക്ക് എന്താണ്? 30 സൈഡ് അല്ലെങ്കിൽ 30 ആംഗിൾസ് ഉണ്ടാവും ഈ റെഗുലർ പോളിഗണ്. ക്ലിയർ ആണോ? ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? n ഇൻറ്റു
n-2 into 180 അല്ലെ? അതാണ് എന്ത്? ഓരോ നമ്പർ ഓഫ് ഇന്റേണൽ ആംഗിൾസ്, സം ഓഫ് ഇന്റേണൽ ആംഗിൾസ്, സം ഓഫ് ഇന്റീരിയർ ആംഗിൾസിന്റെ വാല്യൂ എന്താണ്? n-2 into 180 ആണ് അല്ലെ? ഇനി ഓരോ ഇന്റേണൽ ആംഗിളും n-2 into 180 divided by n ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ അതൊക്കെ ലെങ്തി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ രീതിയിൽ കൺഫ്യൂഷൻ ആക്കേണ്ട. ജസ്റ്റ് ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഒരു നമ്പർ ഓഫ് ഇന്റേണൽ ആംഗിൾ, സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ, സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് പറയുമ്പോൾ എന്താണ്? n-2 into 180 ആണ് കേട്ടോ. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ, സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ 360 എന്ന് പറഞ്ഞ പോലെ തന്നെ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ n-2 into 180 ആണ്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എത്ര സൈഡ്സ് ഉണ്ടോ അതിൽ നിന്ന് 2 കുറക്കുക, ഇൻറ്റു 180 മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടും, സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് കിട്ടും. ഇനി അതിൽ നിന്ന് ഓരോ ഇന്റേണൽ റെഗുലർ പോളിഗൺ ആണെങ്കിൽ എല്ലാം ഈക്വൽ ആയിരിക്കും. സോ ഒരു ഇന്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്തായിരിക്കും? n-2 into 180 ഡിവൈഡ് ബൈ n ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ നമ്പർ ഓഫ് സം ഓഫ് ഇന്റേണൽ എക്സ്റ്റേണൽ ആംഗിൾസ് 360 ആണ്. സോ നമുക്ക് സൈഡുകൾ n അറിയാന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ ആണ് എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡ് ബൈ n ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡയഗണൽസ് n into n-3/2 അത് കൂടെ മനസ്സിലാക്കി വെക്കുക. n into n-3/2 ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് എ പോളിഗൺ പോസിബിൾ. ഓക്കെ, ഒരു പോളിഗണിന് പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡയഗണൽസ് n into n-3/2. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ഫിഗർ വാല്യൂ ഓഫ് എക്സ് എന്ത് എന്നുള്ളതാണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ അറിയാ, ഇത് പോളിഗൺ ആണ്. സോ ഈ പോളിഗന്റെ സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് എന്താണ്? സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് 360 ഡിഗ്രി ആണ്. ഇവിടെ നോക്കടാ, ഇവൻ ഈ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. സോ ഇതൊരു എക്സ്റ്റേണൽ ആംഗിൾ ആണ് അല്ലെ? 65 അല്ലേ? 65. ദെൻ ഈ പോളിഗന്റെ അടുത്തൊരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തു. ദെൻ ഇവിടെ എന്താണ്? 80 ആണ്. ക്ലിയർ അല്ലേ? 80. ദെൻ ഇവിടെ ആക്ച്വലി ഈ പറഞ്ഞ ആംഗിൾ എന്താണ്? ഇതൊരു ഇന്റേണൽ ആംഗിൾ ആണ്. അതിൽ ആ ആംഗിൾ എന്താണ്? 115 ആണ്. സോ ഈ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ 65 ആയിരിക്കും അല്ലെ? 180 മൈനസ് 115. ആൻസർ എന്താണ്? 65. ക്ലിയർ അല്ലേ? സോ അടുത്ത എക്സ്റ്റേണൽ ആംഗിൾ എന്താണ്? 65. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ ഈ ഒരു സൈഡ് ഇത് 90 ഡിഗ്രി ആണ്. ഇത് ലീനിയർ പെയർ ആണ്. സോ ഇതെന്തായിരിക്കും? ഇതും 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇത്രയും ഭാഗം ഇതെന്താണ്? 90 ഡിഗ്രി. സംബന്ധ ഇനി ആക്ച്വലി ഇവിടെ എന്തുണ്ട്? ഇതൊരു എക്സ്റ്റേണൽ ആംഗിൾ ഉണ്ട്. ഇവിടെ ഒരു എക്സും കൂടെ ഉണ്ട് അല്ലെ? എക്സും കൂടെ ഉണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യണം? ഒരു എക്സും കൂടെ ഇട്ട് കൊടുക്കണം. സോ എക്സ് പ്ലസ് 65 പ്ലസ് 80 പ്ലസ് 65 പ്ലസ് 30 ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ അല്ലേ? സോ ഇവിടെ എന്താണ്? 65 65 130 130 80 130 80 എന്താണ്? 210 210 80 90 300 ആയി അല്ലെ? സോ ഇതിന്റെ വാല്യൂ എന്താണ്? 300 പ്ലസ് എക്സ് ആണ്. ഈ ഒരു എക്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300 പ്ലസ് എക്സ്. ഇതെന്തായിരിക്കണം? 360 ഡിഗ്രി ആയിരിക്കണം. സോ എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. ക്ലിയർ അല്ലേ? എക്സ് എന്തായിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഈ പറഞ്ഞ രണ്ട് കൺസെപ്റ്റ് ഏതാണ്? സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്നുള്ള 360 ഡിഗ്രി എന്ന് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂ കണ്ടിട്ട് ആ രീതിയിൽ ചെയ്യേണ്ടി വരും. അതൊക്കെ കുറച്ച് ലെങ്തി ആണ്. സോ ബെറ്റർ എന്താണ്? ഈ രീതിയിൽ ചെയ്യുന്നതാണ് അല്ലെ? സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ അറിയാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? 30 വേണ്ട, 30 മാക്സിമം 30 അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് ഇവിടെയും ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്തോ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബി സി പാരലൽ ടു ഡി തന്നിട്ടുണ്ട്. ബി സി പാരലൽ ടു ഡി ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഈ ലൈൻ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഈ ബി സി എന്നുള്ള ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇതെന്താണ്? ഇപ്പൊ ഈ തന്നിരിക്കുന്ന പോയിന്റും ഒരു പാരലൽ ലൈൻ തന്നെ ആയിരിക്കും അല്ലെ? ഇവിടെ ഞാൻ എൽ എന്ന പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എൽ എന്തായിരിക്കും? ഈ പറഞ്ഞ എൽ ബി എന്നുള്ള പോയിന്റ് എൽ എന്താണ്? ബി സി എക്സ്റ്റെൻഡ് ചെയ്താണ്. സോ ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും അല്ലെ? ഇത്രയും ലൈൻസ് പാരലൽ ആയിരിക്കും. ദെൻ ഇത് പാരലൽ ലൈൻ ആണ്. സോ ഇതെന്തായിരിക്കും? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈ ആംഗിൾ എന്താണ്? 38. കാരണം ഇവൻ 38 ഡിഗ്രി ആണ്. ക്ലിയർ അല്ലേ? ഇനി
ഈ ആംഗിള് ഇതാണ് എന്ത് തന്നിരിക്കുന്ന എക്സ് എന്നുള്ളത്, ഇതാണ് എക്സ്, ചോദിച്ചിരിക്കുന്ന എക്സിന്റെ വാല്യൂ ആണ്. ദെൻ ട്രയാങ്കിൾ എ എൽ ബി, ട്രയാങ്കിൾ എ എൽ ബിക്ക് അകത്ത് ബി എന്നുള്ള വെർട്ടെക്സിനകത്തുള്ള ബി എന്നുള്ള വെർട്ടെക്സിലുള്ള ഒരു എക്സ്റ്റേണൽ ആംഗിൾ ആണ് ഒരു 120 ഡിഗ്രി അല്ലെ, സോറി 122 ഡിഗ്രി. 122 എന്താണ് ഒരു എക്സ്റ്റേണൽ ആംഗിൾ ആണ്. സോ ഈ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്തായിരിക്കും? ട്രയാങ്കിളിനകത്തുള്ള അതർ ടു ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം. സോ ഇത് എക്സ് ആണ്, ഈ അതർ ടു ഇന്റേണൽ ആംഗിൾസ് പറയുമ്പോൾ ഇതൊരു എക്സ്, ഇതെന്താണ് 38. സോ എക്സ് പ്ലസ് 38 എന്തായിരിക്കണം? 122 ആയിരിക്കണം അല്ലെ. സോ ഇവിടെ 8ന്റെ കൂടെ 6 കൂടി കഴിഞ്ഞാൽ എനിക്ക് അവസാനത്തെ നമ്പർ 2 വരിക, 4 വന്നാലേ വരുള്ളൂ അല്ലെ. സോ ഓപ്ഷൻ ബി ആയിരിക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? 8ന്റെ കൂടെ 38 ആണ്, ഇവിടെ 38 ആണ്. സോ 8ന്റെ കൂടെ ഇവിടെ ഒരു 4 ലാസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പൊ അതല്ലെങ്കിൽ ജസ്റ്റ് 122 38 മൈനസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 84 കിട്ടുന്നത്. സോ 84 പ്ലസ് 38 ആണ് എന്ത്? 122. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്തോ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോൺ എ? കോൺ എ ഇവിടെ ഇവൻ 75 ഉണ്ട്, അതുപോലെ തന്നെ ഇവൻ 40 ഉണ്ട്. ഓക്കെ, 75ഉം 40യും. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോൺ എ എന്നുള്ളതാണ്. എങ്ങനെ കാണും? ഇവിടെ നോക്കുക, ഇവൻ എന്താണ്? ഇത് 75 ആയിരിക്കും, കാരണം എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലെ. സോ ഈ രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ആണ്. സോ ഇതെന്താണ്? ഈ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 75 ആണെങ്കിൽ അവൻ എന്തായിരിക്കും? 75 ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് ലൈൻസും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ആണ്. ഇത് രണ്ടെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ ഇവിടെ എന്തായിരിക്കും? ഇവനും 40 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താണ് എന്ത്? ഈ കോൺ എ എന്നുള്ളത് അല്ലെ. കോൺ എ എന്നുള്ളത് എന്താണ്? ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താണ്. സോ അതെന്താണ്? ഒരു എക്സ്റ്റേണൽ ആംഗിൾ ആണ്. സോ എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ എന്തായിരിക്കണം? എക്സ്റ്റേണൽ ആംഗിളിന്റെ വാല്യൂ അതർ ടു ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂ. സോ 75 പ്ലസ് 40 എന്താടാ? ഇവിടെ 115. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി. ഇതൊക്കെ ഒരിക്കൽ NTPC ചോദിച്ച ക്വസ്റ്റൻ ഉണ്ടോ? റെയിൽവേയുടെ പല എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുണ്ട്. NTPC മാത്രമല്ല, റെയിൽവേ ചോദിച്ച പല എക്സാമ്പിൾക്ക് ചോദിച്ച അത്യാവശ്യം ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റൻസ്, അത്യാവശ്യം നല്ല കൺസെപ്റ്റൽ ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് NTPC ചോദിച്ച ക്വസ്റ്റൻ തന്നെയാണ്. ഓക്കെ, സോ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റൻസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയുന്ന എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 180 മൈനസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം. പക്ഷെ അതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞ അതർ ടു ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂ ഒരു എക്സ്റ്റേണൽ ആംഗിളിന് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. പറഞ്ഞില്ല, ഈ ആംഗിൾസിന്റെ കൺസെപ്റ്റ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷേ എത്ര ഫാസ്റ്റിൽ ചെയ്യണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്. സോ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഇത്തരം ഈ പറഞ്ഞ ഇക്വേഷൻസ് അതുപോലെ തന്നെ ഈ നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കിയിട്ട് പോവാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആൾട്ടർനേറ്റ് ആംഗിൾസ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ലീനിയർ പെയർ, ഈ പറഞ്ഞ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ എന്താ പറയാ, ഒരു സെയിം സെഗ്മെന്റ്, നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ പിന്നീട് പറയാം. കാരണം ഇപ്പൊ പറയാൻ ഒരു പക്ഷേ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ഇങ്ങനത്തെ ഈ ആംഗിൾസുമായിട്ടുള്ള ഇത്തരം കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പോവുക. അതുപോലെ തന്നെ വരച്ചിട്ട് തന്നെ പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് കൺഫ്യൂഷൻ വരും. ഈ പറഞ്ഞ ആംഗിൾസിന്റെ റിലേഷൻസ് ഒക്കെ നിങ്ങൾ വരച്ചിട്ട് തന്നെ പഠിക്കണം. ഷോർട്ട് കട്ടുകളൊക്കെ പഠിക്കുമ്പോൾ വരച്ചിട്ട് തന്നെ പഠിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം എക്സാം ഹാളിൽ വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ആയി മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ AB parallel to CD. Okay, AB parallel to CD. AB parallel to CD. Okay, ABയും CDയും പാരലൽ ആണ്. Then FCD is, അതായത് FCD ഈ ഒരു ആംഗിൾ ആണ്. ഈ ആംഗിൾ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നോക്കുക, AFE 30 ആണ്. ഈ ഒരു ആംഗിൾ എന്താണ്? ഇവൻ 30 ആണ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ A90 ഉണ്ട്, കോൺ A90 ഉണ്ട്, ഇവൻ 30 ഉണ്ട്. സോ ടോട്ടൽ എന്തായി? 90 പ്ലസ് 30 120 ആയി. ഇപ്പോ ബാക്കി ഈ ആംഗിൾ എന്താണ്? ഇവൻ 60 ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇവൻ 60 ആണെങ്കിൽ ഈ AB എന്നുള്ള ലൈനും FC എന്നുള്ള ലൈനും കൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസ് ആണ് ഇത്. ഈ പറഞ്ഞ AEF ഉം
CEB-യും ഇത് രണ്ടും എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ ഈ ആംഗിളും 60 ആണ്. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ. രണ്ട് പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈന്, ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ ഈ ഒരു ആംഗിളും ഇത് രണ്ടും എന്താണ് ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ റൈറ്റ് സൈഡിലുള്ള രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസ് ആണ് അല്ലെ. രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസ് E1 E2 അല്ലെ. E1 E2 ഈ രണ്ട് എക്സ്റ്റേണൽ ആംഗിൾസിന്റെ രണ്ട് സെയിം സൈഡിലുള്ള രണ്ട് പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ, ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ സെയിം സൈഡിലുള്ള, ഒന്നുകിൽ റൈറ്റ് സൈഡ് ആവാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആവാം, സെയിം സൈഡിലുള്ള സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് E1 പ്ലസ് E2 എന്തായിരിക്കണം 180 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ സെയിം സൈഡിലുള്ള, ഇപ്പൊ റൈറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ ഇപ്പൊ എടുത്തെന്താണ് റൈറ്റ് സൈഡ്. സോ റൈറ്റ് സൈഡിലുള്ള ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂ എന്താണ്? ഇന്റേണൽ ആംഗിൾ 1ഉം ഇവിടെ ഇന്റേണൽ ആംഗിൾ 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇന്റേണൽ ആംഗിൾസ് 1 പ്ലസ് ഇന്റേണൽ ആംഗിൾസിന്റെ സമം എന്തായിരിക്കണം 180 ഡിഗ്രി ആയിരിക്കണം. സെയിം സൈഡിൽ. ഓക്കെ. സെയിം സൈഡിലായിരിക്കണം. സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ലൈൻ. ഓക്കെ. ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ നമ്മുടെ രണ്ട് പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ സെയിം സൈഡ്, ഇതിപ്പോ ഞാൻ ഇവിടെ റൈറ്റ് സൈഡ് എടുത്തു. റൈറ്റ് സൈഡിലുള്ള ഇന്റേണൽ ആംഗിൾസിന്റെ സമ്മ് I1ഉം I2 രണ്ടിന്റെ വാല്യൂ എന്തായിരിക്കണം? സമ്മ് 180 ആയിരിക്കണം. സെയിം സൈഡ് റൈറ്റ് സൈഡ് എടുത്തു. റൈറ്റ് സൈഡിലുള്ള എക്സ്റ്റേണൽ ആംഗിൾസിന്റെ വാല്യൂ, E1ന്റെ E2ന്റെ വാല്യൂ 180 ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സെയിം സൈഡ് എന്ന കണ്ടീഷനേ ഉള്ളൂ. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ റൈറ്റ് സൈഡ് എടുത്ത് പകരം ഇവിടെ ലെഫ്റ്റ് സൈഡ് എടുക്കാം. സോ ഇത് രണ്ടും ആയിരിക്കും എന്ത്? എക്സ്റ്റേണൽ ആംഗിൾസ്. സോ എക്സ്റ്റേണൽ ആംഗിൾസിന്റെ വാല്യൂ എന്തായിരിക്കണം? രണ്ടിനെയും കൂടെ സമ്മ് 180 ആയിരിക്കണം. അതുപോലെ തന്നെ ഇതെന്താണ്? ഇത് രണ്ടും എന്താണ്? ഇന്റേണൽ ആംഗിൾസ് ആണ്. സോ ഇന്റേണൽ ആംഗിൾസിന്റെ ഈ രണ്ടെണ്ണത്തിന്റെ വാല്യൂ എന്തായിരിക്കണം? സമ്മ് 180 ഡിഗ്രി കിട്ടണം. സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റൻ എന്താ? ഇവിടെ 60 രണ്ട് പാരലൽ ലൈൻസ് അല്ലെ, ABCD എന്നുള്ള രണ്ട് പാരലൽ ലൈൻസ്, ഈ പാരലൽ ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന ട്രാൻസ്വേഴ്സൽ ലൈനാണ് ഈ FC എന്നുള്ളത്. സോ അതിനകത്തുള്ള ഒരു ഇന്റേണൽ ആംഗിൾ ആണ് 60. സോ ഇതെന്തായിരിക്കണം? 120 ആയിരിക്കണം. കാരണം ഈ രണ്ട് ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂ സംബന്ധമായിരിക്കണം 180 ഡിഗ്രി ആയിരിക്കണം. കാരണം ഇവിടെ സെയിം സൈഡിലുള്ള ഇന്റേണൽ ആംഗിൾസിന്റെ വാല്യൂ 180 ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. സോ ഇവൻ 60 ആണെങ്കിൽ ഇവൻ എന്തായിരിക്കും? 120 ആയിരിക്കും. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? സോ ഇത്തരം കണ്ടീഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അതല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റിയ വേറെ കാര്യം. പക്ഷെ എന്ത് ചെയ്യാം? ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനിയിപ്പോ ഇത് അറിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സോ ഇത് 60 ആണെങ്കിൽ ഇവൻ 120 ആണ് അല്ലെ. സോ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇവൻ എന്തായിരിക്കണം? 120 ആയിരിക്കണം. എനിക്ക് ചെയ്യാം. പക്ഷെ എക്സ്ട്രാ എന്ത് ചെയ്യാം? ഈ കണ്ടീഷനും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ചില സമയത്തൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. BAE 30 ഡിഗ്രി. BAE 30. ഇവിടെ എന്താണ്? ഇവൻ 30 ഡിഗ്രി ആണ്. ABE ഇവൻ എന്താണ്? 80 ഡിഗ്രി ആണ്. ഓക്കെ. ഇത് 80 ആണ്. DBE ഈ ഒരു ആംഗിള് 50 ഡിഗ്രി. ഓക്കെ. ഈ ഒരു ആംഗിള് 50 ആണ്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് BCE എന്നുള്ളതാണ്. BCEയുടെ വാല്യൂ ഈ ആംഗിൾ ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. ഓക്കെ. ഇവിടെ നോക്കടാ, BE എന്നുള്ള കോഡ് ഈ ഒരു സർക്കിളിനകത്ത് രണ്ട് സെഗ്മെന്റ്, അതായത് സെയിം സെഗ്മെന്റിനകത്ത് ഇങ്ങനെ ഒരു BCE എന്നുള്ള ഒരു കോഡ് ഉണ്ടാക്കുന്നുണ്ട്, BDE എന്നുള്ള കോഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. സോ ഇവൻ എന്താണോ ആംഗിള് അത് തന്നെ ആയിരിക്കും എന്ത് ഇവനും അല്ലെ. ആ തിയറി നമുക്കറിയാം അല്ലെ. ഒരു കോഡ് ഒരു സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെ ആയിരിക്കും ആ കോഡിനകത്ത്, ആ സെയിം കോഡ് ആ സെയിം സെഗ്മെന്റിനകത്ത് നടക്കുന്ന എല്ലാ ആംഗിളും. സോ ഇവൻ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ തന്നെ ആയിരിക്കും എന്ത് ഈ ആംഗിളും. കാരണം ഈ BE എന്നുള്ള കോഡ് ഈ സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് എന്ത്? ഇത് രണ്ടും, സിയും ഡിയും അല്ലെ. BE എന്നുള്ള കോഡ് സെയിം സെഗ്മെന്റിനകത്ത് നടക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് BCEയും BDEയും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇവിടെ ഇപ്പം അത് ഞാൻ പറയാൻ കാരണം ഇവിടെ നോക്ക്, ട്രയാങ്കിള് BDA എന്നുള്ള ട്രയാങ്കിൾ
ട്രയാങ്കിൾ BAD അല്ലെങ്കിൽ BDE. ഈ BDE എന്നുള്ള ട്രയാങ്കിളിനകത്തുള്ള എല്ലാ ആംഗിൾസും എനിക്കറിയാം. ഒന്നെന്താണ്, ഇവിടെ കോൺ ബി ഏതൊക്കെയാണ്, ഒരു 80ഉം 50ഉം, 80ന്റെ 50ന്റെ കൂടെ സമ്മ് എന്ന് പറയുമ്പോൾ ഒരു 130 ഡിഗ്രി കോൺ ബിയിലുണ്ട്, 30 ഡിഗ്രി കോൺ എയിലുണ്ട് എന്ന് പറയുമ്പോൾ 160 ഡിഗ്രി ആയല്ലോ. സോ ബാക്കി എന്താണ്, ബാക്കി ഉണ്ടാവുന്നത് എന്തായിരിക്കും, 160 ഡിഗ്രി അവിടെ രണ്ടിടത്തും കൂടെ ആയിക്കഴിഞ്ഞാൽ ബാക്കി കോൺ BDAയുടെ വാല്യൂ എന്തായിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും. അപ്പോഴാണ് 180 ഡിഗ്രി ടോട്ടൽ കിട്ടുക. സോ BDE 20 ആണെങ്കിൽ BCE എന്തായിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഇവൻ എന്തായിരിക്കും, ഇവനും 20 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി പറയണോ? ഇവിടെ അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാ. ഇവിടെ നോക്കുക, എനിക്ക് ഇവിടെ ഉള്ളത് തന്നിരിക്കുന്ന എന്താണ്, BAE ഇവൻ 30 ഡിഗ്രി തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. ദെൻ അതുപോലെ തന്നെ ABE ഇവൻ എന്താണ്, ഇവൻ 80 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DBE 50, DBE ഈ ആംഗിൾ എന്താണ്, 50 ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഈ ട്രയാങ്കിൾ ABD ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ABDയിൽ ഇത്രയും ഭാഗം കോൺ ബി എന്നുള്ളത് 50 + 80 എന്ന് പറയുമ്പോൾ 50 + 80 എന്നാണ് 130 ഡിഗ്രി അവിടെ ആയി. കോൺ എ എന്നുള്ളത് 30 ഡിഗ്രി ആയി. സോ 130 + 30 160 അവിടെ തന്നെ ആയി. ദെൻ ബാക്കിയുള്ള ഈ BD എന്തായിരിക്കണം, 20 ഡിഗ്രി ആയിരിക്കണം അല്ലെ? കാരണം 180 ആണ് ടോട്ടൽ വേണ്ടത്. 160 മറ്റേ രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ആയാൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കണം, 20 ഡിഗ്രി ആയിരിക്കണം. ദെൻ ഈ BE എന്നുള്ള കോഡ് ഈ ഒരു വലിയ സെഗ്മെന്റിനകത്ത് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് എന്ത്, BCE എന്നുള്ളതും അതുപോലെ തന്നെ BDE അല്ലെ, BDE എന്നുള്ളതും അല്ലെ. BDEയും BCE എന്താണ്, ഒരേ സെഗ്മെന്റിനകത്ത് BE എന്നുള്ള കോഡ് ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ്. സോ അത് രണ്ട് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. സോ ഇവൻ 20 ഡിഗ്രി ആണെങ്കിൽ ഇവൻ എന്തായിരിക്കണം, 20 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ശരത്ത്, ഇപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. ഇതായിരുന്നു നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മോസ്റ്റ് പ്രോബബ്ലി 95% അല്ലെങ്കിൽ 99% എന്ത് വരുന്നുള്ളൂ, നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുള്ളൂ. ഇനി ഇതിനപ്പുറത്തും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എന്ത് ചെയ്യരുത്, ജോമെട്രിക്ക് അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്നും വിടാതെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം എഫേർട്ട്. സോ അതിനകത്ത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, കാരണം ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കൺസെപ്റ്റും ജോമെട്രിക്കകത്തുള്ള എല്ലാ കൺസെപ്റ്റുകളും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പല കൺസെപ്റ്റിനും കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ഇങ്ങനെ ഓരോ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് പകരം എല്ലാ ക്വസ്റ്റ്യനും കൂടെ കൺസെപ്റ്റുകളും നമുക്ക് ഒന്നിൽ പറയാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെ. ഒരു പക്ഷെ നിങ്ങൾക്ക് തീരെ അറിയാത്ത ഒരാൾക്കാണെങ്കിൽ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഒരു കൺസെപ്റ്റ് അല്ല, ഒന്നിലധികം കൺസെപ്റ്റ് ഒരേ ക്വസ്റ്റിനകത്ത് വരുമ്പോൾ. പക്ഷേ ഫൈനലി നിങ്ങൾ ഇത് ഒന്നോ രണ്ടോ, ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ തീരെ അറിയാത്ത ഒരാളാണെങ്കിൽ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2, 3, 4 തവണ എന്ത് ചെയ്യണം, ഈ സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കണം. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്ലാസ് കണ്ടതിന് ശേഷം തൊട്ട് പിന്നാലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇരുന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ചോദിച്ചാൽ മതി. അവിടെ ഞാനുണ്ടാവും, അതുപോലെ തന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ ആ ഗ്രൂപ്പിനകത്തുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കംഫർട്ട് സോൺ ഉണ്ടാവും അല്ലെ, അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡൗട്ടുകളൊക്കെ നിങ്ങളുടെ ആ ഒരു പിയർ ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള മാക്സിമം എഫേർട്ട്. ഞാൻ പറയാം, ഇത്രയൊക്കെ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഒരു സംശയം വേണ്ട, അത് കിട്ടുകയും ചെയ്യും. സോ ജോമെട്രി എന്നുള്ള പാർട്ട് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ട്രിഗ്നോമെട്രി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ, ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൺവെൻഷണൽ മെത്തേഡുകളും പലതിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എവിടെ നിങ്ങൾ സ്റ്റെക്ക് ആയി പോകരുത് എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഒരേ മെത്തേഡ് മാത്രം പഠിച്ചത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജോമെട്രിക്കകത്ത്, ബാക്കിയുള്ളിടത്തൊക്കെ പോട്ടെ, പക്ഷെ ജോമെട്രിക്കകത്ത് നിങ്ങൾ ചില സമയത്ത് ഈ ആംഗിൾസിന്റെ ഒക്കെ റിലേഷൻസ് നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച മെത്തേഡ് ചെറുതായിട്ട് എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ അവിടെ ആൻസർ കിട്ടില്ല. ചിലപ്പോൾ ഓപ്ഷൻ അകത്ത് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തെറ്റായിട്ടുള്ള ആൻസർ കുത്തിപ്പോകും, അങ്ങനെ തെറ്റിപ്പോകും. സോ നിങ്ങൾ ഒന്നിലധികം മെത്തേഡുകൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ജോമെട്രി നിങ്ങൾ ചെയ്ത് പഠിച്ചിരിക്കണം. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓക്കെ, സോ ഈ പറഞ്ഞ ഷോർട്ട് കട്ടും പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടായിരുന്നോ? എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
പറയുന്നത് സ്പീഡ് കൂടി പോവുക അല്ലെങ്കിൽ സ്പീഡ് കുറയുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? യെസ് വെരി യൂസ്ഫുൾ. അവണി ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ള ആളുകൾ സ്പീഡ് കൂടിയെന്നോ കുറഞ്ഞെന്നോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ പറയട്ടോ. ഇപ്പം പോസിറ്റീവ് മാത്രം പറയണമെന്നില്ല. യൂസ്ഫുൾ ക്ലാസ്. മിഥിൽ രാജു. ഓക്കെ, യെസ് സർ. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ ട്രിഗണോമെട്രി ബാക്കിയുള്ള അഡ്വാൻസിലെ ബാക്കി ടോപ്പിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരണം. യൂസ്ഫുൾ ക്ലാസ് ഗോപിക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, താങ്ക് യു.